Hello all. ആരുമില്ലേ ക്ലാസ്സിൽ? ഓൺ ചെയ്ത് വെച്ചിട്ട് പോയോ? എങ്ങനെ പോകുന്നു ക്ലാസ് ഒക്കെ? നന്നായി പോകുന്നു മാം. ഓക്കെ ഓക്കെ ആണെന്നോ എന്താ പറഞ്ഞത്? നന്നായി പോകുന്നു. നന്നായി പോകുന്നു. ക്ലാസ്സിൽ മാത്രം നന്നായി പോകുന്നു അതോ പ്രിപ്പറേഷനും നന്നായി പോകുന്നു? ആ മാം, പ്രിപ്പറേഷൻ ഓൾസോ ഗുഡ്. പ്രിപ്പറേഷൻ ഓൾസോ ഗുഡ്, വെരി ഗുഡ്. സ്ക്രീൻ കാണുന്നുണ്ടോ എല്ലാരും? ഹലോ യെസ്, കാണുന്നുണ്ട്. നമുക്ക് പതുക്കെ തുടങ്ങിയാലോ? ക്ലാസ്സിലൊന്നും ആരും ഇല്ല, എല്ലാരും വാലന്റൈൻസ് ഡേ ഒക്കെ ആഘോഷിച്ച് നടക്കുക അല്ലേ? ചിരിക്കൊന്നും വേണ്ട, എനിക്കറിയാം. നോ മാം. ഇന്നിരുന്ന് പഠിക്കായിരുന്നോ അഹല്യ? അതെ അതെ. അതെ അതെ അതെ. സീരിയസ്ലി മാം, ഞാൻ റിപ്പീറ്റർ ആണ്. അതുകൊണ്ട് പിന്നെ എന്താ പറയാ, 1 ഇയർ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓ, എനിക്ക് മെസ്സേജ് അയച്ചിരുന്നില്ലേ? എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ല? എന്റെ പേര് അയച്ചിട്ടുണ്ടാവും. നിധി. നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൈക്ക് ഒരു ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണോ? ക്ലാസ്സസിനെ പേര് പറ്റിയൊക്കെ ഓർമ്മയില്ല. ചോദിച്ചിരുന്നു. ഉണ്ടാവും, എനിക്ക് മറന്നു. വാലന്റൈൻസ് ഡേ ആൻഡ് സാറ്റർഡേ. അതിൻ്റെ ഇടയിൽ കൂടെ പഠിത്തം ഉണ്ടായാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഇന്നെന്താ ക്ലാസ്സിന്റെ വിഷയം കണ്ടില്ലേ? നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ്, എല്ലാവരുടെയും സ്ട്രോങ്സ്റ്റ് ഏരിയ ഇൻ ക്ലീ. നമുക്ക് അധികം ക്ലാസ് ഒന്നും വേണ്ടാത്ത ഒരു സബ്ജക്റ്റ് അല്ലേ? GK ക്ലാസ്സിലുള്ള റെസ്പോൺസ് എന്ന് പറഞ്ഞ ഏതാ റെസ്പോൺസ് എന്നറിയോ? ഇപ്പൊ ഞാൻ ക്ലാസ് തുടങ്ങുമ്പോ കണ്ടു കേട്ടോ, പിള്ളേരിങ്ങനെ ആൻസർ ഇങ്ങനെ എറിയും അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ GK ക്ലാസ് എടുക്കുന്നത്? പിന്നല്ല, GK ഇങ്ങനെ കൂടിയിട്ട് ഇനി എന്താ പഠിക്കണ്ടേ എന്നാലോചിച്ചിട്ട് ദിവസം ഇങ്ങനെ മാറാനിരിക്കുകയാണ് അല്ലേ? കറണ്ട് അഫയേഴ്സ് പുതിയത് വരാന് പഠിക്കാലോ അല്ലേ? പിന്നെ നമുക്ക് വളരെ കേട്ട് പരിചയമുള്ള കുറച്ച് സബ്ജക്ട്സ് ആണ് കേട്ടോ എടുക്കാൻ പോകുന്നത്. എന്തൊക്കെയാ പറയട്ടെ? ക്ലൈമറ്റ് ചേഞ്ച്, ക്ലൈമറ്റ് റെസീലിയൻസ്,
എന്താ പിന്നെ കുറച്ച് എക്കണോമിക്സ് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. കാർബൺ സെക്വസ്ട്രേഷൻ, നെറ്റ് സീറോ, നമ്മളിങ്ങനെ ഡെയിലി ലൈഫിൽ പറയുന്ന വാക്കുകളൊക്കെ ആണ് എനിക്ക് അല്ലേ? എനിക്കറിയാം നിങ്ങൾക്ക് ഇതൊക്കെ അറിയാന്ന്. പിന്നെ മാം നമ്മളിത് എനിക്കൊരു ക്ലാസ് ഒക്കെ ആയിട്ട് എടുക്കണല്ലോ അല്ലേ? വെറുതെ ഇങ്ങനെ PPT ഒക്കെ ഡൗട്ട് ഉണ്ടാക്കി. ചോദിക്കാനുണ്ട്. എന്തോ? എനിക്ക് ഡൗട്ട് ചോദിക്കാനുണ്ട്. ഡൗട്ട് ചോദിച്ചോളൂ. എന്ത് പറ്റി? മാം ഈ കറണ്ട് അഫയേഴ്സ് കേരള ബേസ്ഡ് ആണ് നോക്കേണ്ടത് കേരള അതോ വിട്ട് വരുന്ന എന്തും എങ്ങനെയാണ് ആവാം കറണ്ട് അഫയേഴ്സ് സിലബസ്. നോക്കേണ്ടത്? ശരിക്കും ആ കറണ്ട് അഫയേഴ്സ് ഒരു സബ്ജക്റ്റ് ആണല്ലോ, അപ്പൊ ആ രീതി നോക്കിയാൽ മതി അതോ ഇല്ല ഇത് ഇല്ല UPSC ലെവലൊക്കെ PSCs ചോദിക്കുമെന്നാണ് ഞാൻ ഗുഡ് ചോദിക്കുന്നത് ക്യാച്ച്. കറണ്ട് അഫയേഴ്സ്. നമ്മളിപ്പോ കുറച്ച് UPSC ലെവലിലുള്ള സബ്ജക്ട്സ് എടുക്കുന്നുണ്ട്. ബിക്കോസ് വേൾഡ് ന്യൂസ് ആയിട്ട് കണക്ട് ചെയ്ത് വരുമ്പോൾ ബോത്ത് രണ്ട് രീതിയിലും ഗുണപ്രദമായിട്ടുള്ള രീതിയിലുള്ള സബ്ജക്ട്സ് ആണ് എടുക്കുന്നത്. ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ്. ഈ കാർബൺ എമിഷൻ, ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ഇപ്പൊ റെലവെന്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണല്ലോ. അപ്പൊ അങ്ങനത്തെ സബ്ജക്ട്സും കൂടെ നമ്മൾ നോക്കുന്നത് നല്ലതാണ്. കേരള അല്ലെങ്കിൽ ഇന്ത്യ ഫോക്കസ്ഡ് എന്ന് മാത്രമായിട്ട് നമുക്ക് നിൽക്കണ്ട. അല്ല മാം, ഞാൻ ഉദ്ദേശിച്ചത് ഡെയിലി വൈസ് കറണ്ട് അഫയേഴ്സ് നോക്കുമ്പോൾ ഏതാ കുറച്ചുകൂടെ നോക്കേണ്ടത് എന്നുള്ളത് ഞാൻ എക്സ്ട്രാ ആയിട്ട് ചോദിച്ചതാണ്. എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടി ചോദിച്ചതാ. ഐ മീൻ എക്സാം റിലേറ്റഡ്. എക്സാം റിലേറ്റഡ് അതിന് ഞാൻ പറഞ്ഞ കേരള ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് വല്ലാത്തൊരു ലിമിറ്റേഷൻ തന്നെ ആയിപ്പോ. ഇപ്പൊ ലീഗൽ GK ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നോക്കുമ്പോൾ കേരള ബേസ്ഡ് മാത്രമായിട്ടൊക്കെ നോക്കിയാൽ അത് ഭയങ്കര ലിമിറ്റഡ് ആയിപ്പോ അല്ലേ? പുതിയ ലോസ് വരുന്നുണ്ട്, പുതിയ എഗ്രിമെന്റ്സ് വരാറുണ്ട്, ഇന്റർനാഷണലി എഗ്രിമെന്റ്സ് എനാക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിനൊക്കെ പർപ്പസ്, തീമുകൾ, ഇതൊക്കെ നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ്. ഇന്ന് എല്ലാവരും ഭയങ്കര എൻഗേജ്ഡ് ആണെന്ന് തോന്നുന്നു. അധികം ആൾക്കാരും നമ്മുടെ ക്ലാസ്സിലില്ല. ഇന്ന് എല്ലാവർക്കും തിരക്കുള്ള ഈവനിങ് ആണെന്ന് തോന്നുന്നു. മാം സാധാരണ ഇത്രയൊക്കെ ഉണ്ടാവാറുള്ളൂ. GK ക്ലാസ് അങ്ങനെയല്ല, അതിലും ഫണ്ണാ. കഴിഞ്ഞ GK ക്ലാസ്സോടെ എല്ലാരും നിർത്തി. GK ഇനി വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയി തോന്നുന്നു. ഇനി തൊട്ട് സബ്ജക്റ്റ് എന്താന്ന് പറയണ്ട, കാരണം പറയാലോ. അതാകുമ്പോ ബാക്കിയുള്ളവരും കൂടി ജോയിൻ ചെയ്തോളൂ. ഓക്കെ, എന്തായാലും നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അഫ്സാന, ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കോൺസെപ്റ്റ് ഓഫ് ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രികൾച്ചറിനെ കുറിച്ചിട്ടാണ്. ഇത് കേട്ടിട്ടുള്ള സംഭവമാണോ? ഒത്തിരി ചിന്തിച്ചു കൂട്ടാനല്ല, 3 വാക്കുകളുടെയും മീനിങ് അറിയാലോ. ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രികൾച്ചർ പ്രൈമർലി ഫോക്കസസ് ഓൺ. ഇത് CRA എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വേൾഡ് പ്രോബ്ലം ആയിട്ട് നോക്കുകയാണെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ഇസ് എ ബിഗ് ഇഷ്യൂ. അപ്പൊ എവിടെ നോക്കിയാലും എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ, കൺസർവേഷൻ ഒക്കെ കൂടിക്കൂടി വരികയാണ്. കാരണം എന്താണ്, അത്രത്തോളം നമ്മൾ നമ്മുടെ പ്രകൃതിയെയും നമ്മുടെ വെതറിനെയൊക്കെ അട്ടിമറിച്ചിട്ടുണ്ട്. സോ ഈ CRA അല്ലെങ്കിൽ ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രികൾച്ചർ എന്നുള്ളത് കുറച്ച് വർഷങ്ങളായിട്ട് പ്രചാരണത്തിലുള്ള ഇൻ ദ ഇന്റർനാഷണൽ സെനറിയോ ആൻഡ് ഓൾസോ ഇൻ ഇന്ത്യ കുറെ നാഷണൽ ആക്ഷൻ പ്ലാനുകളും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു ഫോക്കസ്ഡ് ഏരിയ ആണ് ഈ ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. കാരണം അഗ്രികൾച്ചറിൽ കാര്യം കൃഷി എന്നൊക്കെ ആണെങ്കിലും ഒരുപാട് ക്ലൈമറ്റ് എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്ന ഒരു ഫീൽഡാണ്. സോ ഈ കോൺസെപ്റ്റ് ഓഫ് ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രികൾച്ചർ പ്രൈമർലി ഫോക്കസസ് ഓൺ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗസ് എല്ലാവരും ജസ്റ്റ് ഇങ്ങനെ പറയാനുണ്ടോ ഓപ്ഷൻസ് ആയിട്ട്? ജസ്റ്റ് വേർഡിന്റെ മീനിങ് മാത്രം വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കി, ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കാം എന്ന്. ഓപ്ഷൻ B ആണോ? ഓപ്ഷൻ B ആണോ? വേറെ ആർക്കും ഒന്നും പറയാനില്ല?
2 സ്റ്റുഡൻസേ ഉള്ളൂ ഇവിടെ. ഓണാക്കി വെച്ചിട്ട് പോയോ? ഇൻക്രീസിങ് ഫെർട്ടിലൈസർ യൂസ് ഉണ്ട്, അഡാപ്റ്റിംഗ് ഫാമിംഗ് ടു ഓക്കെ. അപ്പൊ നമ്മുടെ അർത്ഥമായിട്ട് അത് വരുന്നത് അഡാപ്റ്റിംഗ് ഫാമിംഗ് ടു ക്ലൈമറ്റ് വേരിയബിലിറ്റി എന്ന് തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് നമ്മൾ ചിന്തിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല. വേർഡിന്റെ മീനിങ്ങിൽ തന്നെ നിന്നിട്ട് ആലോചിച്ചാൽ മതി. ഇപ്പൊ ഇൻക്രീസിങ് ഫെർട്ടിലൈസർ യൂസ് ഒരിക്കലും ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല. പ്രൊമോട്ടിങ് ക്യാഷ് ക്രോപ്സ് അത് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രികൾച്ചർ വരേണ്ട ആവശ്യം തന്നെ ഉണ്ടായത് അല്ലേ. ഒരുപാട് വാട്ടർ എക്സ്പ്ലോയിറ്റേഷൻ, ഗ്രൗണ്ട് വാട്ടർ എക്സ്പ്ലോയിറ്റേഷൻ, എന്താ പ്രോഫിറ്റ്സിന് വേണ്ടി മാത്രമായിട്ടുള്ള അഗ്രികൾച്ചർ കൂടുന്നതുകൊണ്ടാണ് ഈ CRA എന്നുള്ള കോൺസെപ്റ്റ് തന്നെ വരുന്നത്. എലിമിനേറ്റിംഗ് ട്രഡീഷണൽ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ഫാമിംഗിൽ ഒരുപാട് ഹെൽത്തി ആക്ടിവിറ്റീസ് ഉണ്ട് ക്ലൈമറ്റ് റെസീലിയന്റ് ആയിട്ട്. അപ്പൊ എന്തായാലും അതും വരാൻ സാധ്യതയില്ല. അങ്ങനെ അഡാപ്റ്റിംഗ് ദ ഫാമിംഗ് പ്രാക്ടീസസ് ടു ക്ലൈമറ്റ് വേരിയബിലിറ്റി എന്നുള്ളത് ഭയങ്കര ഈസി ആയിട്ട് ഗസ് ചെയ്യാൻ പറ്റും അല്ലെ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണ്ടേ? ഓക്കെ നോക്കാം. സുഹാനയ്ക്ക് മാത്രമായിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനും വിച്ച് ഗ്രീൻ ഹൗസ് ഗ്യാസ് has the highest global warming potential over 20 years? ഇവിടെ നമുക്ക് വിച്ച് ഇസ് ദ ഹയസ്റ്റ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഉള്ള ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്നല്ല, അതിന്റെ ബാക്കിയായിട്ട് ഓവർ 20 years എന്നും കൂടെ ഒരു ക്ലോസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആദ്യമേ കേൾക്കുമ്പോൾ മനസ്സിലെത്തുന്നത് എന്താ? കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ള വാക്ക് തന്നെയാണ് അല്ലെ. പക്ഷെ ഇവിടെ ഒരു ചേഞ്ച് വരാൻ മീഥേൻ ആണ് ഉത്തരമായിട്ട് വരുന്നതിന്റെ കാരണം ഓവർ 20 years ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ കാട്ടിലും ഷോർട്ട് ലൈഫ് സ്പാൻ ആണ് നമ്മുടെ മീഥേൻ എന്ന് പറയുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസിന്. അപ്പോൾ ഇത് സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ്, ക്ലൈമറ്റ് ചേഞ്ചിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണെങ്കിലും ഇൻ എ ഷോർട്ടർ സ്പാൻ വീണ്ടും റീബർത്തായി വീണ്ടും ഇവോൾവ് ആയി എന്താ കൂടുതൽ ഗ്രീൻ ഹൗസ് എമിഷൻസും ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കൂടുതലും ഹീറ്റ് ട്രാപ്പിംഗ് ആണ് ഇത് അല്ലേ. കൂടുതൽ ചൂട് പിടിച്ചു വെക്കാനുള്ള ഒരു കഴിവ്, അതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് കാർബൺ ഡൈ ഓക്സൈഡിനെക്കാട്ടിലും മീഥേനിന് കൂടുതലാണ്. സോ വിച്ച് ഇസ് ദ മോസ്റ്റ് ഹാർംഫുൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലെങ്കിൽ ഹയസ്റ്റ് ആയിട്ട് അബണ്ടന്റ് ആയിട്ട് ഫൗണ്ട് ചെയ്യപ്പെടുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്നൊക്കെ ചോദിച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ബട്ട് ദ പൊട്ടൻഷ്യൽ ടു വാർം ദ ഗ്ലോബ് ഓവർ 20 years, ആ 20 years എന്നുള്ള ആ ഒരു ക്ലോസ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മീഥേൻ ആണ് കാർബൺ ഡൈ ഓക്സൈഡിനെക്കാട്ടിലും ഹീറ്റ് ട്രാപ്പിംഗ് കേപ്പബിലിറ്റി കൂടുതൽ. അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് മീഥേൻ ആണ് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് കാണുമ്പോഴേ നമ്മൾ ആദ്യമേ കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കാം. പക്ഷെ ഇപ്പോ 20 years അല്ലെങ്കിൽ 10 years അല്ലെങ്കിൽ ഹയസ്റ്റ് ഫൗണ്ടിങ് അല്ലെങ്കിൽ ഹയസ്റ്റ് അബണ്ടന്റ്ലി ഫൗണ്ട് അങ്ങനെയുള്ള വാക്കുകളും കൂടെ നമ്മൾ GK ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അടുത്ത ചോദ്യവും കാർബണിനെ കുറിച്ചിട്ടാണ്. കാർബണിനെ കുറിച്ച് ഇത്രയും ചോദ്യം വരാൻ കാരണം ഇപ്പോ എൻവയോൺമെന്റലി ഏറ്റവും പ്രശ്നം വരുന്ന ഒരു സംഭവം, ഒരുപാട് ചേഞ്ചസും എഗ്രിമെന്റ്സും ഒക്കെ ഡിസ്കഷനിൽ വരുന്ന ഒരു ഗ്യാസും കാർബൺ ആണ്. ദിസ് ഇസ് ദ ന്യൂ എൻവയോൺമെന്റൽ ഗ്ലിച്ച് ഇൻ ദ വേൾഡ്. അപ്പോൾ കാർബണിനെ കുറിച്ചുള്ള ഒരു അറിവ്, കാർബൺ സെക്വിസ്ട്രേഷൻ അല്ലെങ്കിൽ കാർബൺ മാർക്കറ്റ്സ്, കാർബൺ ക്രെഡിറ്റ്സ്, ഇങ്ങനത്തെ കുറേ പുതിയ പുതിയ ഇവോൾവ്ഡ് ആയിട്ട് വരുന്ന കുറച്ച് ടേംസ് ഉണ്ട്. ഒരു 5-6 വർഷമായിട്ടുള്ളൂ. അതെല്ലാം മേ ബി നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. എന്തായാലും പ്ലസ് 2 കഴിഞ്ഞിരിക്കുന്ന കുട്ടികളാണല്ലോ എല്ലാവരും. സോ അതിന്റെ കൂടെ തന്നെ നമുക്ക് GK ആഡ് ഓൺ ചെയ്തത് പഠിച്ചാൽ എൻവയോൺമെന്റൽ ലൈനിലും ഓൾസോ കറണ്ട് അഫയേഴ്സ് ആയിട്ട് ഇപ്പോൾ പുതിയ ഡെവലപ്മെന്റ്സ് വരുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാനും കാർബണിനെ കുറിച്ച് പഠിക്കുന്നത് ഈസി ആയിരിക്കും. ഇവിടെ ബ്ലൂ കാർബൺ എന്ന് റെഫർ ചെയ്യുന്നത് വാട്ട് കൈൻഡ് ഓഫ് കാർബൺ എന്നാണ് ചോദിക്കുന്നത്. ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെ മനസ്സിൽ കണ്ടിട്ട് തന്നെയായിരിക്കും ഇതിന്റെ ആൻസർ. ബ്ലൂ എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ നേരെ കോസ്റ്റൽ ആൻഡ് മറൈൻ ആണ് അല്ലെ. അപ്പൊ ഈ കോസ്റ്റൽ ആൻഡ് മറൈനിലൊക്കെ കാർബൺ ഇത് എവിടെയാ പോയിരിക്കുന്നത്? എല്ലായിടത്തും കാർബൺ ആണ് അല്ലെ.
കോസ്റ്റൽ ആൻഡ് മറൈൻ എക്കോസിസ്റ്റമിൽ ഈ കാർബൺ സെക്വിസ്ട്രേഷൻ ഒക്കെ എവിടെ പോയാ നടക്കുന്നത്? ആക്ച്വലി കോസ്റ്റൽ അല്ലെങ്കിൽ ഇൻ ദ വാട്ടർ നമ്മുടെ മറൈൻ എക്കോസിസ്റ്റത്തിലാണ് മോർ ദാൻ ട്രീസ് നടന്നതിനെക്കാട്ടിലും ഒരു 10 ടൈംസ് ഫാസ്റ്റർ ആയിട്ട് ഈ കാർബൺ സെക്വിസ്ട്രേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ, കാർബണിനെ കൂട്ടിവെക്കാൻ അല്ലെങ്കിൽ എടുത്ത് പിടിക്കാൻ ഉള്ളൊരു കഴിവ്. ഈ കാർബണിനെ ഇങ്ങനെ അറ്റ്മോസ്ഫിയറിൽ അങ്ങോട്ട് വിട്ട് ഹീറ്റിനെ ട്രാപ്പ് ചെയ്ത് ഗ്രീൻ ഹൗസ് ഗ്യാസ് ആയിട്ട് വളർത്താൻ അനുവദിക്കാതെ കാർബണിനെ പിടിച്ച് അകത്തോട്ട് പൂട്ടി വെക്കാനുള്ള ഒരു കഴിവാണ് കാർബൺ സെക്വിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അത് ഈ മരങ്ങളെക്കാട്ടിലും ആക്ച്വലി ഫാസ്റ്റർ ആൻഡ് ബെറ്റർ ആയിട്ട് നടക്കുന്നത് ഈ മറൈൻ എക്കോസിസ്റ്റത്തിലാണ്. അപ്പൊ ബ്ലൂ കാർബൺ എന്ന് പറയുന്നത് ഈ മറൈൻ എക്കോസിസ്റ്റത്തിൽ ഇപ്പൊ മാൻഗ്രോവ്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ കണ്ടൽ കാടുകളൊക്കെ പറയുന്നത്, ഈ എന്താ മറൈൻ എക്കോസിസ്റ്റത്തിൽ കാർബണിനെ പിടിച്ചു വെക്കുന്ന ആ ഒരു പ്രോസസ് കാർബൺ സെക്വിസ്ട്രേഷൻ ഇസ് മച്ച് സ്ട്രോങ്ങർ ആൻഡ് ഫാസ്റ്റർ. അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്ന കാർബണിനെ വിളിക്കുന്നതാണ് ബ്ലൂ കാർബൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇതും ഡയറക്റ്റ്ലി നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് ബ്ലൂ എന്നുള്ള റെഫറൻസിൽ. നെക്സ്റ്റ് തിങ്, പ്രൈമറി കോസ് ഓഫ് കോറൽ ബ്ലീച്ചിങ്. കോറൽ ബ്ലീച്ചിങ് എന്താ കേട്ടിട്ടുണ്ടോ? കോറൽ ബ്ലീച്ചിങ് കേട്ടിട്ടില്ല. +2 സയൻസ് പഠിച്ചവരുണ്ടോ? വേറെ വേറെ എല്ലാവരും ഹ്യൂമാനിറ്റീസും കൊമേഴ്സും ഒക്കെയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഐ മീൻ നോൺ ബയോ ഫീൽഡിൽ നിന്ന് വരുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, ഒത്തിരി കൺഫ്യൂസിങ് ആയിട്ടാണോ തോന്നുന്നത്? മൗനം സമ്മതമാണോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ ഓക്കെ. ബാക്കിയുള്ളവർക്കോ? ഏറെക്കുറെ ബോറിംഗ് ആണെന്നാണോ, ഏറെക്കുറെ മനസ്സിലാവുന്നുണ്ടെന്നാണോ? ഏറെക്കുറെ, കുഴപ്പമില്ല, ഇതൊക്കെ ഭയങ്കര കൺഫ്യൂസിങ് ടേംസ് ആണ് കേട്ടോ. വീണ്ടും ഒരു ഏറെക്കുറെ. അപ്പൊ കോറൽ ബ്ലീച്ചിങ് ഉദ്ദേശിക്കുന്നത്, കോറൽസ് ഇപ്പോ എന്താ നമ്മുടെ പഴയ വിൻഡോസിന്റെ ഒക്കെ വാൾപേപ്പറിലുള്ള ഫോട്ടോസ് ഒക്കെ അല്ലെ, കളർഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് അല്ലെ. പക്ഷെ കോറല് സ്വയമേ ഉണ്ടാക്കുന്ന ഒരു കളർ അല്ല കേട്ടോ അത്. ഈ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് കേട്ടില്ലേ 9th and 10th പഠിക്കുമ്പോൾ, ഒരു ആൽഗയും ഫംഗയും തമ്മിൽ, അല്ലെങ്കിൽ ഒരു ബാക്ടീരിയയും പ്രോട്ടോസോവും തമ്മിൽ അങ്ങനെ ഡിപ്പെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന റിലേഷൻഷിപ്പ്, അങ്ങോട്ടും ഒരു ബെനിഫിറ്റ് ഇങ്ങോട്ടും ഒരു ബെനിഫിറ്റ്. അപ്പോൾ അങ്ങനെ ഈ കോറലിന് ആക്ച്വലി ഒരു സൂക്സാന്തൽ ഒരു ആൽഗെ, ഒരു ടൈപ്പ് ഓഫ് ആൽഗെ ആയിട്ട് ഇങ്ങനെ ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ഉണ്ട്. ഈ ആൽഗയാണ് ആക്ച്വലി കോറൽസിന് വളരാനുള്ള എനർജിയും ഫോട്ടോസിന്തസിസ് ഒക്കെ ചെയ്ത് കോറൽസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഒരു ആൽഗയാണ്. കോറൽ തിരിച്ച് ഈ ആൽഗയ്ക്ക് വളരാനുള്ള സ്ഥലവും അതുപോലെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള, യെസ് ഓർക്കുന്നുണ്ട്, ഞാൻ ഓർക്കുന്നു, വല്ലാണ്ട് ഓർക്കുന്നു അല്ലേ. പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് അതൊക്കെ. അതെ. അപ്പോ ഇങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലം ഇട്ടിട്ട് ആണ് കോറലും ആ ആൽഗയും കൂടെ ജീവിക്കുന്നത്. അപ്പൊ ഈ കോറൽ ബ്ലീച്ചിങ് എന്ന് പറയുന്നത് കോറലില് നിന്നും ആ ആൽഗെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. കാരണം ആൽഗയാണ് ഇതിന് കളർ കൊടുക്കുന്നത്. അപ്പൊ ഈ ആൽഗെ കോറലിനെ വിട്ട് പിരിയാൻ, ഈ ബന്ധം അവസാനിപ്പിക്കാൻ ഉള്ള ഒരു കാരണം എന്ന് പറയുന്നത് എന്തായിരിക്കാം എന്നാണ് നമ്മുടെ ചോദ്യം. ഓയിൽ സ്പിൽസ് ആണോ, ഇൻക്രീസ് സാലിനിറ്റി ആണോ, റൈസിങ് ടെമ്പറേച്ചർ ആൻഡ് ഓവർ ഫിഷിംഗ്. ഇതിൽ ഓവർ ഫിഷിംഗ് അല്ല എന്നോ എന്തായാലും ഉറപ്പാണ് അല്ലെ. ആൽഗേനെ ഫിഷ് ചെയ്തിട്ട് പോകുന്ന ഒരു പരിപാടി, ഓവർ ഫിഷിംഗ് കാരണം ആൽഗയ്ക്ക് ഒരു ഡയറക്റ്റ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്നില്ല. പ്രൈമറി കോസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഡയറക്റ്റ് ആയിട്ട് ഇമ്പാക്ട്, ഇതൊക്കെ ഇൻഡയറക്ട്ലി ഇമ്പാക്ട് ചെയ്യപ്പെടാവുന്ന ഓയിൽ സ്പിൽസ് ഒക്കെ ശരിയാണ്. നമ്മുടെ സൺലൈറ്റിന്റെ എൻട്രി കുറയ്ക്കും, അതുപോലെ ഇൻക്രീസ് സലൈനിറ്റി ആണെങ്കിൽ സർവൈവൽ കുറയ്ക്കും, എല്ലാം ശരിയാണ്, എല്ലാം കറക്റ്റ് ഉത്തരമായിട്ട് തോന്നും. ബട്ട് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യന്റെ ഫോക്കസ് എന്തിലാണ്? പ്രൈമറി കോസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ റൈസിങ് സീ സർഫസ് ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. നമ്മുടെ മറൈൻ എക്കോസിസ്റ്റത്തിന് ഒരു പ്രശ്നമുണ്ട്, ടെമ്പറേച്ചർ ചേഞ്ചസ് അതിനുള്ള എക്കോസിസ്റ്റത്തിലുള്ള ഒരു പ്രോഡക്റ്റിനും പെട്ടെന്ന് അങ്ങോട്ട്
അലൈൻ ചെയ്ത് പോകാൻ പറ്റാത്ത കാര്യമാണ്. അത് നമുക്കിപ്പോ ചെറിയ ടെമ്പറേച്ചർ ചേഞ്ചസ്, ഒരു 1 ഡിഗ്രി സെൽഷ്യസ് ഓഫ് ടെമ്പറേച്ചർ ചേഞ്ചസിൽ പോലും ഈ ഫിഷസ് അതുപോലെ ആൽഗെ അതെല്ലാം പെട്ടെന്ന് ചത്തുപോകും. അതുപോലും ഈ മറൈൻ എക്കോസിസ്റ്റത്തിൽ താങ്ങാൻ പറ്റാത്തൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ഒരുപാട് എന്താ എമിഷൻസ്, ഇങ്ങനെ വേസ്റ്റ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ യൂറിയ, യുറേനിയം പോലുള്ള സ്ട്രോങ് എലമെന്റ്സ് ഒന്നും വെള്ളത്തിൽ തള്ളുന്നതിനെ കൂടുതൽ എതിർക്കാൻ കാരണം ഈ എക്കോസിസ്റ്റം ഇസ് മച്ച് വീക്കർ ടു ടെമ്പറേച്ചർ ചേഞ്ചസ്. മറൈൻ എക്കോസിസ്റ്റം ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിനെ കാട്ടിലും. അപ്പോൾ പ്രൈമറി കോസ് ഓഫ് കോറൽ ബ്ലീച്ചിങ് എന്ന് പറയുന്നത് ഈ സീ സർഫേസിന് ടെമ്പറേച്ചർ റൈസ് ചെയ്യും തോറും ഈ ആൽഗെ എന്താണ് നമ്മുടെ കോറലിനുമായിട്ട് അങ്ങനെ ഒരു ബ്രേക്കപ്പ് ആവും. അപ്പോഴത്തേനും ഈ കോറലിന്റെ സർഫേസിൽ നിന്നും ഈ ആൽഗെ നഷ്ടപ്പെടുമ്പോഴേക്കും കോറലിന്റെ കളർ ഇങ്ങനെ പെയിൽ ഒരു വൈറ്റിഷ് ആയിട്ട് വരും. സാധാരണ കോറൽസ് എന്താ കളർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലെ. ബട്ട് ഈ സീ സർഫേസ് ടെമ്പറേച്ചറിന്റെ ഒരു ചേഞ്ച് മൂലം എന്താണ് നമ്മുടെ കോറൽ ബ്ലീച്ചിങ് എന്നൊരു സംഭവം ഉണ്ടാവുന്നതാണ്. ഈ കോറൽ ബ്ലീച്ചിങ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കേണ്ട കുറച്ച് പേരുകളാണ് കേട്ടോ. കോറൽ ബ്ലീച്ചിങ്, റീഫ് ബ്ലീച്ചിങ്, ഇങ്ങനത്തെ കുറച്ച് വാക്കുകൾ. ഇതൊക്കെ റീസെന്റ് ആയിട്ടാണ് ഇതൊരു പ്രശ്നമാണ് എന്ന് ആളുകൾ തന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നതും ഇതും നോട്ട് ചെയ്യപ്പെടുന്നു. ഈ സീ സർഫേസ് ടെമ്പറേച്ചർ ഒക്കെ റൈസ് ചെയ്യാനുള്ള ഒരു പ്രധാന പ്രശ്നം എന്താണ്? നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് തന്നെയാണ് അല്ലെ. കാർബൺ പ്രോബ്ലംസ് തന്നെയാണ് ഇവിടെയും പ്രശ്നമായിട്ട് വരുന്നത്. സോ ഈ പേരുകളൊക്കെ, ഈ ടേംസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെറ്റ് സീറോ. ഈ നെറ്റ് സീറോ എന്ന് പറയുന്ന സാധനം കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ബിക്കോസ് ദിസ് ഇസ് വെരി കറണ്ട് റെലവെന്റ് ആയിട്ടുള്ള ഒരു സംഭവം. യെസ് യെസ് എന്ന് പറയുന്നുണ്ട്. നെറ്റ് സീറോ എമിഷൻസ്, കാർബൺ എമിഷൻസിന്റെ ഒരു എലമെന്റ് ആയിട്ടൊക്കെ കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ എല്ലാവരും ഇപ്പോൾ താൽക്കാലികമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രശ്നമാണ്. കാരണം നെറ്റ് സീറോ എമിഷൻസ് എന്ന് പറഞ്ഞിട്ട് വേൾഡിലുള്ള എല്ലാ കൺട്രീസും ഇപ്പൊ ഫോക്കസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോൾ നെറ്റ് സീറോ എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ടുള്ളവർ എന്താ പറയാ, ഒരു മരം വെട്ടുമ്പോൾ ഒരു മരം കൂടി നടണം എന്ന് പറയും അല്ലെ. അതുപോലെ ഒരു കാർബൺ എമിഷൻ ഇപ്പോൾ 1 പോയിന്റ് നമ്മൾ കൂട്ടുകയാണെങ്കിൽ അത് സീറോയിലേക്ക് എത്തിക്കാൻ അത്രയും തന്നെ കാർബണിനെ സെക്വസ്റ്റർ ചെയ്യാൻ പറ്റുന്ന മരങ്ങൾ നടുക, അല്ലെങ്കിൽ മറൈൻ എക്കോസിസ്റ്റത്തിനെ വളർത്തുക, അല്ലെങ്കിൽ കാർബണിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ട്സ് കൂട്ടുക, അതും അല്ലെങ്കിൽ റിഡക്ഷൻ, കാർബൺ എമിഷൻസ് റിഡ്യൂസ് ചെയ്യുക. ഇങ്ങനെ നെറ്റ് സീറോയിലേക്ക് എത്രയാണ് നമ്മൾ കാർബൺ കൂട്ടാൻ പോകുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ കൊണ്ട്, അത് സീറോയിലേക്ക് എത്തിക്കാനുള്ള ഒരു വകുപ്പും കൂടി നമ്മൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പാരീസ് അഗ്രിമെന്റ് ഇതിന്റെ പ്രധാനമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. ദാറ്റ് ഇസ് 2050 ഒക്കെ ആകുമ്പോഴേക്കും നെറ്റ് സീറോ എമിഷൻസിലായിരിക്കണം കൺട്രീസ് എത്തേണ്ടത് എന്നുള്ളൊരു പോയിന്റ് വെച്ച് പുറത്തേക്കുന്നത് ഈ പാരീസ് അഗ്രിമെന്റ് ആണ്. പക്ഷെ ഇന്ത്യയിൽ 2050 അല്ല, ഒരു 2070 ഒക്കെയാണ് നമ്മൾ എയിം ചെയ്യുന്നത് നെറ്റ് സീറോയിലേക്ക് എത്താൻ. ഇപ്പോൾ ഇന്ത്യ 3ാമതൊക്കെ നിൽക്കുകയാണ് ഇപ്പോൾ കാർബൺ എമിഷൻസിന്റെ പട്ടികയിൽ. 2070 ആകുമ്പോൾ നമ്മൾ നെറ്റ് സീറോയിൽ എത്തും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ടേം നെറ്റ് സീറോ എന്താണെന്നാണ് ചോദിക്കുന്നത്. സോ വാട്ട് കുഡ് ഇറ്റ് ബി? ഇപ്പൊ പറഞ്ഞ ഒരു ഐഡിയ വെച്ച് നോക്കുകയാണെങ്കിൽ എടാ ബുദ്ധിമാനേ, കേട്ടിട്ടുള്ളതായതുകൊണ്ടാണോ അതോ ഇപ്പൊ കേൾക്കുന്നേ ഉള്ളൂ ഈ വാക്കൊക്കെ? എവിടെ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട് മാം. ലൈക്ക് എനിക്ക് എവിടെയാന്ന് എവിടെയെങ്കിലുമൊക്കെ ഓർമ്മയില്ല. വായിക്കേണ്ടതാണ്. കാരണം എല്ലായിടത്തും ഇപ്പൊ കേട്ട് തഴക്കം വരുന്ന ഒരു ന്യൂസ് പേപ്പർ റീഡിംഗിൽ തന്നെ ആയിരിക്കും, എനിക്ക് ഓർമ്മയില്ല. എന്തോ ഗ്യാസ് റെഡ്യൂസ് ചെയ്യാൻ എനിക്ക് അറിയില്ല മാം, സോറി അറിയില്ല. അതെ, അത് തന്നെയാണ് കേട്ടോ സംഭവം. നെറ്റ് സീറോ എന്ന് ഉദ്ദേശിക്കുന്നത് എമിഷൻസ് ബാലൻസ്ഡ് ബൈ അബ്സോർപ്ഷൻ. നമ്മൾ പണ്ടുള്ളവർ പറയുന്ന ഒരു സംഭവം അത് തന്നെയായിരുന്നു. ഒരു മരം വെട്ടുകയാണെങ്കിൽ ഒരു മരം നടാനുള്ളൊരു വകുപ്പും കൂടി. കാരണം ഒരു മരം എടുക്കുന്ന ഒരു കാർബൺ സെക്യൂസ്ട്രേഷൻ ഒരു പവർ ഉണ്ട്. അതാണ് നമ്മളത് വെട്ടുമ്പോൾ നശിപ്പിക്കുന്നത്. പകരം ഒരു മരം കൂടെ നടുമ്പോൾ അത്രയും കൂടെ കാർബണിനെ തിരിച്ച് അബ്സോർബ് ചെയ്യാൻ, ഇപ്പൊ ആ മരം വെട്ടിയത് കൊണ്ട് ഉണ്ടാക്കിയ പ്രൊഡക്ഷനിൽ നിന്നും എത്ര കാർബൺ എമിറ്റഡ് ആവുന്നു, അത്രയും കാർബൺ വീണ്ടും തിരിച്ച് അബ്സോർബ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്
ഒരു മരം കൂടി നടണം എന്ന് പഴമക്കാർ പറയുന്ന സെയിം സംഭവമായിട്ട് കരുതിയാൽ മതി. അപ്പൊ നെറ്റ് സീറോയിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നാണ് പറയുന്നത്. സോ എമിഷൻസ് ബാലൻസ്ഡ് ബൈ അബ്സോർപ്ഷൻ. ഇത് കാർബണിന്റെ രീതിയിൽ പറയുന്നതാണ് നെറ്റ് സീറോ കാർബൺ എമിഷൻസ് എന്നുള്ളൊരു ടേം. ദാറ്റ് ഇസ് ഓൾസോ വെരി കറണ്ട് അഫെയർ റെലവെന്റ് ആയിട്ടുള്ള ടേംസ്. ഇതിന്റെ റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ എഗ്രിമെന്റ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ പാരീസ് എഗ്രിമെന്റ് ആണ് മുന്നോട്ട് നിൽക്കുന്ന ഒരു എഗ്രിമെന്റ്. നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ വളരെ വ്യാപ്തി മൂലം 2050-ക്കുള്ളിൽ നെറ്റ് സീറോയിലേക്ക് രാജ്യങ്ങൾ എത്തണം, അത്രയും ഗ്ലോബൽ വാർമിംഗ് താഴേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു പോയിന്റ് പറയുന്ന എഗ്രിമെന്റ് ആണ് പാരീസ് എഗ്രിമെന്റ്. നൗ വിച്ച് എക്കോസിസ്റ്റം ഇസ് നോൺ ആസ് ദ ലെങ്സ് ഓഫ് ദ പ്ലാനറ്റ്? ഇത് എന്തായാലും അറിയും. എന്താ ഇതിന്റെ ഉത്തരം? മാം ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ എ ആണോ? ഭൂമിയിലുള്ള ഒരു പർട്ടിക്കുലർ പ്ലേസ് തന്നെയാണിത്. ഇപ്പോ ശരീരത്തിലെ ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു അവയം എന്ന് പറയുന്ന പോലെ എർത്തിന്റെ ഒരു പാർട്ട്. മറ്റൊന്നല്ല, ഇറ്റ് ഇസ് ആമസോൺ റെയിൻ ഫോറസ്റ്റ് കേട്ടോ. ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ പ്ലെയിൻ ക്ലാഷ് ഒക്കെ ഉണ്ടായപ്പോ പ്രധാനമായിട്ടും പറഞ്ഞൊരു വാക്കായിരുന്നല്ലോ ഈ ലങ്സ് ഓഫ് ദ പ്ലാനറ്റ് ഒക്കെ കേട്ടിരുന്ന ഒരു സോബ്രിക്വേ ആണ് ആമസോൺ റെയിൻ ഫോറസ്റ്റിന്റെ. വളരെയധികം കാർബൺ സെക്യൂസ്ട്രേഷൻ നടക്കുന്ന അത്രയും തിക്ക് ആൻഡ് അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള റെയിൻ ഫോറസ്റ്റ് ആണ് ആമസോൺ റെയിൻ ഫോറസ്റ്റ് അല്ലെ. അപ്പൊ അതിനെ നമ്മൾ ലങ്സ് ഓഫ് ദ പ്ലാനറ്റ് എന്നും വിളിക്കുന്നു. നെക്സ്റ്റ് കാർബൺ മാർക്കറ്റ്സ് ആണ്. കാർബൺ മാർക്കറ്റ്സ് കേട്ടിട്ടുണ്ടോ? ഇതെല്ലാം കറണ്ട് അഫെയർ ആയിട്ട് കുറച്ച് വർഷങ്ങളിൽ വന്ന സംഭവമാണ് കേട്ടോ. ഇത് സൂപ്പറോ? എന്താണ് സൂപ്പർ? ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചില്ല. ഇറ്റ്സ് ഓക്കെ. അതിനാണോ സൂപ്പർ എന്ന് പറഞ്ഞത്? കാർബൺ മാർക്കറ്റ്സ് കേട്ടിട്ടുണ്ടോ? ഇത് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാൻ സാധ്യതയില്ലാത്ത പ്രയോഗങ്ങളാണ് ഇതല്ലേ അല്ലേ? സ്കൂൾ പഠിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യതകൾ കുറവുള്ള വാക്കുകളാണ് കാർബൺ മാർക്കറ്റ്സ്. നിങ്ങൾ വായിച്ചറിയാനുള്ളൊരു സാധ്യതയുള്ളൂ. ന്യൂസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓൺലൈൻ മീഡിയയിലൊക്കെ കേട്ടിട്ടുണ്ടോ കാർബൺ മാർക്കറ്റ്സ്? കാർബൺ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വിൽപ്പന ഉണ്ടാവേണ്ട ഒരു സ്ഥലമാണ് അല്ലെ? കാർബൺ എന്തിനാ നമ്മൾ വിൽക്കുന്നത്? ഇനി ഐഡിയ? എന്തിനായിരിക്കും? ഇതൊക്കെ ആരെ വാങ്ങുക അല്ലെ? നിങ്ങൾ വാങ്ങുവോ? ഞാൻ വാങ്ങില്ല കേട്ടോ. ഞാൻ വേണം വിൽക്കാം, നല്ല പൈസ കിട്ടും. കാർബൺ മാർക്കറ്റ് ഒന്നും കേട്ടിട്ടുണ്ടാവില്ല അല്ലെ? ബാക്കി എല്ലാവരും ഇട്ടിട്ട് പോയോ? ഇതാണ് ഞങ്ങളുടെ GK ക്ലാസ്സിന്റെ പ്രത്യേകത. എല്ലാത്തിനും ഉത്തരം അറിയാവുന്നുണ്ട്. ഇത് പുതിയതായിട്ടൊന്നും പഠിക്കാനല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരും മിണ്ടില്ല അല്ലെ? സുഹാന, ഋതുൽ, സാന, ഇവരൊക്കെ എവിടെ? നിർത്തിപ്പോയോ? ഇവിടെ ഉണ്ട്. വാലന്റൈൻസ് ഡേയുടെ ഈവനിങ് ഡേറ്റിന്റെ ഇടയ്ക്ക് ഇങ്ങനെ സൈഡിൽ ഫോൺ ഓൺ ആക്കി വെച്ചിരിക്കുകയാണോ എല്ലാവരും? അല്ലെ കുറച്ചും കൂടെ ഒക്കെ മെസ്സേജ് ഒക്കെ ഉണ്ടാവുന്നതാണല്ലോ. നോ നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, അതിന് ഉത്തരവൊന്നും കണ്ടില്ല. ബി. ഓക്കെ, അപ്പൊ കാർബൺ മാർക്കറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പൊ കാർബണും ഒരു പ്രോഡക്റ്റ് ഓഫ് സെയിൽ ആയി മാറിയിരിക്കുന്നതാണ്.
കാരണം ഈ പാരീസ് അഗ്രിമെന്റിൽ നമ്മൾ പറഞ്ഞല്ലോ, പാരീസ് അഗ്രിമെന്റ് ആർട്ടിക്കിൾ 6 കാർബൺ മാർക്കറ്റ്സിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. അപ്പൊ അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, കാർബൺ ഇപ്പൊ നിങ്ങൾക്ക് എമിഷൻസ് കൂടുകയാണെങ്കിൽ, ഇഫ് ദർ ആർ കമ്പനീസ് ദാറ്റ് ആർ ക്രിയേറ്റിംഗ് കാർബൺ ക്രെഡിറ്റ്സ്, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് കുറയ്ക്കാനുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഫാമിംഗ് നടക്കുകയോ അഗ്രോ ഫോറസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഉണ്ടാവും. അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഈ കാർബൺ ക്രെഡിറ്റ്സ് വാങ്ങാം. യു ക്യാൻ ബൈ ദാറ്റ് പോയിന്റ്സ്. ഈ കാർബൺ ക്രെഡിറ്റ് സർട്ടിഫിക്കേഷൻ സ്കീം എന്ന് തന്നെ പറഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ദാറ്റ് ഇപ്പോൾ ലാർജ് സ്കെയിലിൽ ആൾക്കാർ മരം വളർത്താനും ഒക്കെ തുടങ്ങിയിട്ട്, അതൊക്കെ ചെറിയ ചെറിയ ഇനിഷ്യേറ്റീവ്സ് ആണ്. ദാറ്റ് ആ ഒരു സ്ക്വയർ പ്ലോട്ടിൽ നിന്ന് എത്ര കാർബൺ സെക്വിസ്റ്റർ ചെയ്യുന്നു, എത്ര കാർബൺ ഭൂമിയിൽ നിന്നും പിടിച്ചെടുക്കുന്നു, അത് പോയിന്റ്സ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ആൻഡ് ആ പോയിന്റ്സ് നമുക്ക് സെയിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ കൊക്കക്കോള, ബിർല, ടാറ്റ അങ്ങനത്തെ വലിയ വലിയ കമ്പനീസ് ഭയങ്കരമായിട്ട് കാർബൺ എമിഷൻസ് ഉണ്ടാക്കുന്ന കമ്പനീസ് ആണ്. അപ്പൊ ഈ കമ്പനീസ് എന്ത് ചെയ്യാം, മറ്റുള്ളവരുടെ കാർബൺ ക്രെഡിറ്റ്, ദാറ്റ് കുറച്ച് കാർബൺ കുറയ്ക്കാനായിട്ട് പ്രവർത്തിക്കുന്നവരുടെ കയ്യിൽ നിന്ന് ഈ കാർബൺ ക്രെഡിറ്റ്സ് വെച്ച് വാങ്ങാം. യു ക്യാൻ ബൈ ദാറ്റ്. അപ്പോ ഈ കാർബൺ മാർക്കറ്റ്സ് ഇസ് മെയിൻലി, മാർക്കറ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോഴേ ദർ ഇസ് എ ട്രേഡ്. എന്തിന്റെങ്കിലും ഒരു പ്രോഫിറ്റബിൾ എക്സ്ചേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ട ഒരു സ്ഥലമാണ്. അവിടെ എമിഷൻ റിഡക്ഷന് വേണ്ടിയിട്ടുള്ള ട്രേഡിംഗ് ആണ് സംഭവിക്കുന്നത്. ഇപ്പൊ ഞാൻ ഒരു ഫാക്ടറി നടത്തുന്നു ആൻഡ് ദാറ്റ് ഇസ് എമിറ്റിംഗ് എ ലോട്ട് ഓഫ് കാർബൺ. പക്ഷെ എനിക്ക് കാർബൺ കുറയ്ക്കാനായിട്ട് എനിക്ക് തന്നെ വഴിയൊന്നുമില്ല. എനിക്കായിട്ട് ഫാം ചെയ്യാനോ അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സ് ഉണ്ടാക്കാനോ എന്നെ കൊണ്ട് വയ്യ. അതിനുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടാക്കാനും വയ്യ. പകരം എനിക്ക് എന്ത് ചെയ്യാം, ഐ ക്യാൻ ബൈ ക്രെഡിറ്റ്സ് ഓർ ഐ ക്യാൻ ബൈ ഫാക്ടറീസ് ദാറ്റ് ആർ വർക്കിംഗ് ഫോർ ദ റിഡക്ഷൻ ഓഫ് കാർബൺ, അല്ലെങ്കിൽ സെക്വിസ്ട്രേഷൻ നടക്കുന്ന പ്ലോട്ട്സ് ഉണ്ടാക്കുന്ന ആളുകൾ, ഓർഗനൈസേഷൻസ്, ഇവരുടെയൊക്കെ കയ്യിൽ നമുക്ക് പോയിന്റ്സ് വാങ്ങാം. ആൻഡ് നമ്മുടെ ഇന്ത്യയിൽ ഇതുപോലെ എന്താ കാർബൺ ക്രെഡിറ്റ് സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത ഇൻഡസ്ട്രീസിനെ വളരാൻ തന്നെ അനുവദിക്കുന്നില്ല. ബിക്കോസ് ഓഫ് ദിസ് കാർബൺ എമിഷൻസ് അത്രയും കൂടുന്നതുകൊണ്ട്. സോ എനിക്ക് എത്രത്തോളം കാർബൺ ക്രെഡിറ്റ്സ് ആണോ വേണ്ടത് അതെനിക്ക് വാങ്ങിയെടുക്കാം. ക്രെഡിറ്റ്സ് ഉദ്ദേശിക്കുന്നത് 1 ടൺ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ആ ഒരു റിഡക്ഷൻ ആണ് കേട്ടോ. 1 ടൺ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് റെഡ്യൂസ് ചെയ്യാൻ എത്ര വാങ്ങി, അതാണ് ഒരു കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. സോ ഈ കാർബൺ ക്രെഡിറ്റ്സ് ആണ് യൂഷ്വലി കാർബൺ മാർക്കറ്റ്സിൽ സെയിൽ ചെയ്യുന്നത്. സോ മാർക്കറ്റ് എന്ന് കേൾക്കുമ്പോഴേ ട്രേഡിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ബാക്കി എല്ലാ ഓപ്ഷൻസും നമുക്ക് കട്ട് ചെയ്യാം. കാർബൺ ടാക്സേഷൻ കട്ട് ചെയ്യാം, സബ്സിഡൈസിങ് ഫോസിൽ ഫ്യൂവൽസ്, അതെന്തായാലും കാർബൺ മാർക്കറ്റ്സിനെതിരാണ് അല്ലേ. പിന്നെ ബാനിങ് ഇൻഡസ്ട്രീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ട്രേഡ് ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിൽ ആലോചിക്കുമ്പോൾ ട്രേഡിംഗ് എമിഷൻസ് ഓഫ് കാർബൺ റിഡക്ഷൻ ആണ് നമ്മുടെ കാർബൺ മാർക്കറ്റ്സിൽ സംഭവിക്കുന്നത്. നെക്സ്റ്റ് തിങ്, which renewable source is highlighted as the most scalable in India? അതേതാണ്? എല്ലായിടത്തും അബണ്ടന്റും ആണ്, അവൈലബിളും ആണ്, മോസ്റ്റ് സ്കേലബിൾ, മോസ്റ്റ് പ്രോഫിറ്റബിൾ, ഉപയോഗപ്രദവും ഈസി ആയിട്ട് ഉപയോഗിക്കാനും പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് റിന്യൂവബിൾ എനർജി. റിന്യൂവബിൾ എനർജി ആണ്. അങ്ങനെ ഒരു എനർജി ഉണ്ടോ ഇന്ത്യയില്? വേറെ ആർക്കും ഇതൊന്നും ഒരു എനർജി ആയിട്ട് തോന്നുന്നില്ല. വിൻഡ് എനർജി, ന്യൂക്ലിയർ എനർജി, സോളാർ, ബയോമാസ്, എവിടെ എവിടെ മനുഷ്യന്മാരെവിടെ ഇവിടത്തെ? നിർത്തിപ്പോയോ എല്ലാരും? GK ക്ലാസ്സിന്റെ ഒരു പവർ. അഹല്യ അവസാനെ വിളിക്കുന്നു, അവസാനം അഹല്യ വിളിക്കുന്നു. ഇതെന്നെ പരിപാടി. നിങ്ങൾ ഇവിടെ ഉത്തരം പറ. അവസാനം ഇസ് നോട്ട് ദ ആൻസർ. Which renewable source is highlighted as the most scalable in India? എന്തിലൊക്കെ പറ പിള്ളേരെ. എക്സാക്ട്ലി എന്ത് പിള്ളേരാണിത്?
എല്ലാവർക്കും എന്നോടുള്ള താല്പര്യമൊക്കെ ഇന്നത്തോടെ അവസാനിച്ചു. നല്ലൊരു ദിവസമായിട്ട് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുകയാണ്, അതും സെക്കൻഡ് സാറ്റർഡേ. ശല്യം ഒഴിവാകുമെന്ന് വിചാരിച്ച ദിവസം തന്നെ വന്നിരിക്കുകയാണെന്ന്. ABCD ഇത്രയേ ഉള്ളൂ ഗസ്. ഇറ്റ്സ് എ വെരി ഈസി ആൻസർ. സോളാർ എനർജിയാണ്. സോളാർ എനർജി ഇന്ത്യയിൽ ഇത്ര സ്കേലബിൾ അല്ലെങ്കിൽ മോസ്റ്റ് എന്താ പറയാ പ്രോഫിറ്റബിളി അല്ലെങ്കിൽ ഈസിലി ആക്സസബിൾ ആൻഡ് യൂസബിൾ ആയിട്ടുള്ള എനർജി ആയിട്ട് മാറാൻ കാരണം എന്താ? ഇതല്ല ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ലല്ലോ. മാം വിത്തിൻ സെക്കൻഡ് ഞാനാ പറഞ്ഞത് സോളാർന്ന്. ഞാൻ കണ്ടിരുന്നു. വേറെയുള്ളവരോട് ചോദിച്ചതല്ലേ? ഞാൻ വിചാരിച്ചു തെറ്റാണെന്ന് വിചാരിച്ചു, അതാണ്. നമുക്ക് ഇങ്ങനല്ല ആരെയും ചുറ്റിക്കളിച്ചിട്ടല്ലേ ഉത്തരത്തിൽ എത്തിക്കേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് തിരക്കൊന്നുമില്ലല്ലോ. ഓക്കെ, സോളാർ എനർജി എന്തുകൊണ്ടാ ഇന്ത്യക്ക് ഇത്ര അഡ്വാൻറ്റേജസ് ആയിട്ട് വരാൻ കാരണം? ഇന്ത്യയുടെ ലൊക്കേഷൻ തന്നെയാണ് അല്ലേ? ഇന്ത്യ ഇക്വേറ്ററിന്റെയും ട്രോപ്പിക് ഓഫ് ഏതിന്റെയും നടക്കുന്നില്ല, ഓൾമോസ്റ്റ്. ട്രോപ്പിക് ഓഫ് ഏത് ലാറ്റിറ്റ്യൂഡാണ് ഇന്ത്യയിൽ കൂടെ പോകുന്നത്? അത് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാണ്ടല്ലോ. എന്താ മാം ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയോ? ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? യെസ്, ഇക്വേറ്ററിലൂടെ എന്തോ എനിക്ക് ഓർമ്മയില്ല, അതാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പൊ നമ്മുടെ പോളാർ റീജിയൻസ് ആയിട്ട് മേജർ ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡ്സ് ആണ്. ഈ ഏറ്റവും നടുക്ക് 0 ഡിഗ്രിയില് നമ്മുടെ ഇക്വേറ്റർ ഉണ്ട്. അതിന്റെ മേലേക്കുള്ള ടെമ്പറേറ്റ് സോൺസിന്റെ നടുക്കായിട്ട് ട്രോപ്പിക് ഓഫ് ക്യാൻസറും താഴെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും പിന്നെ പോളാർ സർക്കിൾസ് ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ ഗുജറാത്ത്, മധ്യപ്രദേശ്, UP അങ്ങനെ 7 സ്റ്റേറ്റുകളിൽ കൂടെ പോകുന്ന ഒരു ലൈനാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. സോ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെയും ഇക്വേറ്ററിന്റെയും ഇടയിലായിട്ട് വരുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ റീജിയൻസ് അല്ലെങ്കിൽ നിയർ ബൈ ഇക്വേറ്റർ ആയിട്ട് വരുന്ന റീജിയൻസിലെല്ലാം ഉള്ള പ്രത്യേകതയാണ് ദേ ഗെറ്റ് ഡയറക്റ്റ് ആൻഡ് അബണ്ടന്റ് സൺലൈറ്റ്. അപ്പൊ ഇന്ത്യക്കും ആ ഒരു ജോഗ്രഫിക്കലി അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈവൻ വിൻഡ് എനർജിയാണ് നമ്മുടെ രണ്ടാമത്തെ ലാർജസ്റ്റ് സ്കേലബിൾ എനർജി ആയിട്ട് വരുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നതിന്റെ പരിമിതി ഉണ്ടെങ്കിലും സോളാർ എനർജി ഇത്ര സ്കേലബിൾ അല്ലെങ്കിൽ ഉപയോഗപ്രദമായിട്ട് എടുക്കാൻ പറ്റാൻ കാരണം നമ്മുടെ ഇന്ത്യയുടെ ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ. ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെയും ഇക്വേറ്ററിന്റെയും ഇടയിലുള്ള പെനിൻസുലർ റീജിയനിലുള്ള ഇന്ത്യയുടെ എല്ലാ ഏരിയാസിലും നല്ല അബണ്ടന്റ് സോളാർ എനർജി ഡയറക്ട്ലി റിസീവ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. സോ ഇപ്പോ PM സൂര്യഘർ എന്നൊക്കെ പറയുന്ന യോജനാസ് ഇതൊക്കെ വന്നിട്ട് നമ്മുടെ സോളാർ എനർജിയെ കൂടുതൽ ഉപയോഗപ്രദമാക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഒരു കൈൻഡ് ഓഫ് വേൾഡിലെ തന്നെ വൺ അമംഗ് ദ ലാർജസ്റ്റ് സോളാർ പാർക്കായിട്ട് ഒരു സോളാർ പാർക്ക് തന്നെ നമ്മൾ ഓപ്പൺ ചെയ്തിരുന്നു കുറച്ച് വർഷം മുമ്പ്. സോളാർ പാർക്ക് എവിടെയായിരിക്കും എന്ന് പറയാൻ പറ്റും. സോളാർ പാർക്കിന്റെ പേരറിയാൻ സാധ്യതയില്ല, എന്നാലും സോളാർ അല്ലെങ്കിൽ വെയില്, ചൂട് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഏത് സ്റ്റേറ്റ് ഓർമ്മ വരുന്നത്? ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റ് which is having the largest solar park in India and it's also one among the largest solar parks in the world also. രാജസ്ഥാൻ. ബുദ്ധിമാന്മാരാണ് ഇവിടെ മൊത്തം, തട്ടിയിട്ട് നടക്കാൻ വയ്യ. ലാസിം മിർസ ക്ലാസ്സിന്റെ തുടക്കത്തിൽ ഇല്ലായിരുന്നോ? ഇതൊക്കെ ജോഗ്രഫി അല്ലയോ? ജോഗ്രഫി ക്ലൈമറ്റ് ചേഞ്ചിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ലല്ലോ. അപ്പൊ ഉത്തരം രാജസ്ഥാനാണ്. രാജസ്ഥാനിലെ ഭട്ല സോളാർ പാർക്ക് ആണ് കേട്ടോ നമ്മുടെ ഈ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ഈ സോളാർ എനർജി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഭട്ല സോളാർ പാർക്കിന്റെ ഓപ്പണിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബയോഡൈവേഴ്സിറ്റി ലോസ് മെയിൻലി ത്രെറ്റൻസ്. ഇതിന്റെ ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ യു വിൽ ഗെറ്റ് ദ ആൻസർ. ഇതൊക്കെയാണ് ഓപ്ഷൻസ് എങ്കിൽ യു വിൽ ഡയറക്ട്ലി ഗെറ്റ് ദ ആൻസർ. എന്താണ്? എക്കോസിസ്റ്റം സ്റ്റെബിലിറ്റി ആണോ? എക്കോസിസ്റ്റം സ്റ്റെബിലിറ്റി ആണോ എന്ന് നല്ല കുട്ടി പഠിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് അറിയില്ല.
വേറെ എന്തെങ്കിലും ഗസ്സുകളുണ്ടോ? ഓപ്ഷൻസ് തന്നെ നിങ്ങളെ ഉത്തരത്തിൽ എത്തിക്കുന്നുണ്ട്. ഈവൻ ഇഫ് ഒന്നും അറിയില്ലെങ്കിലും ആർക്കും ഒരു ഉത്തരമില്ല. ഗുരുതൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഒക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോഴും ഇതൊക്കെ കാണുന്നത്. ഗുഡ് ഗുഡ്. ഇതിന്റെയും കൂടെ ഒരു ഉത്തരം പറഞ്ഞേ. Biodiversity loss mainly threatens what? Among the options. C. വേറെ ആർക്കൊന്നും തോന്നുന്നില്ല. എവിടെ അഫ്സാന? അവർക്ക് എവിടെ ഇട്ടിട്ട് പോയോ? ഉറങ്ങിപ്പോയോ? ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ്? എന്തെങ്കിലും ഗസ് ചെയ്തോളൂ. ലാസിം മിർസ, സുഹാന. സുഹാനെ വിളിച്ചപ്പോഴേ സുഹാന ഇറങ്ങിപ്പോയി. ഇറ്റ്സ് ക്വൈറ്റ് ഈസി. എക്കോസിസ്റ്റം സ്റ്റെബിലിറ്റി തന്നെയാണ്. ആദ്യത്തെ ഓപ്ഷൻസിലെ ഓൺലി എന്നുള്ള വാക്ക് കാണുമ്പോഴേ തന്നെ നമുക്ക് അത് ലിമിറ്റിംഗ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് അല്ലെ. ഒപ്പം ഡിയില് ടൂറിസം റവന്യൂ ആണ് പറയുന്നത്. ബയോഡൈവേഴ്സിറ്റി ലോസ് ത്രെട്ടൻ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ടൂറിസം റവന്യൂ. ബട്ട് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചേക്കുന്നത്? മെയിൻലി ത്രെട്ടൻസ്. അതിൽ എന്തായാലും ഒരു എൻവയോൺമെന്റൽ ഇഷ്യൂ തന്നെയാണ് റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് when there is an option like ecosystem stability പോലൊരു ഓപ്ഷനെങ്കിൽ ഒബ്വിയസ്ലി ദാറ്റ് ഇസ് എ പ്രൈമറി പ്രോബ്ലം. അപ്പൊ അതിലേക്ക് നമുക്ക് എത്താം അല്ലെ. ബയോഡൈവേഴ്സിറ്റി ലോസ് ഒക്കെ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഓപ്ഷൻസ് നോക്കിയിട്ട് ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇതൊക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രീൻ വാഷിംഗ് റെഫേഴ്സ് ടു. ഈ ബ്രെയിൻ വാഷിംഗ് ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ ഇല്ലേ? മിക്കവാറും പലരും കടന്നു പോയിട്ടുള്ള ഫേസ് ആയിരിക്കും അല്ലെ ബ്രെയിൻ വാഷിംഗ് ഒക്കെ. കൈൻഡ് ഓഫ് അതൊക്കെ തന്നെയാണ് കേട്ടോ. ആ ബ്രെയിൻ വാഷിങ്ങിന്റെ അർത്ഥം വെച്ച് നോക്കുകയാണെങ്കിൽ ഇൻ ദീസ് ഓപ്ഷൻ ഒരു ഓപ്ഷനാണ് ഗ്രീൻ വാഷിങ്ങിന്റെ മീനിങ് ആയിട്ട് വരുന്നത്. എന്തായിരിക്കും? ബ്രെയിൻ വാഷിംഗും കേട്ടിട്ടില്ലേ? അതും പഠിപ്പിക്കണോ? ബ്രെയിൻ വാഷിങ്ങിന്റെ മീനിങ് അറിയുന്നവർ ഗ്രീൻ വാഷിംഗ് എന്ന് ആലോചിച്ചിട്ട് ഈ ഓപ്ഷൻസ് നിന്ന് ഉത്തരം കണ്ടെത്താം. ഓപ്ഷൻ എ. അല്ല, ഓപ്ഷൻ ബി പറഞ്ഞിട്ടുണ്ട്. കൊള്ളാം കൊള്ളാം മക്കളെ, ഇതിന് ഉത്സാഹപ്പെടുത്തുന്നില്ല. ഓപ്ഷൻ ബി തന്നെയാണ്. ഫോൾസ് എൻവയോൺമെന്റൽ ക്ലെയിംസ് ബൈ കമ്പനീസ്. ഈ ഫോൾസ് എൻവയോൺമെന്റൽ ക്ലെയിംസ് എന്നൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും കമ്പനിയെ ഓർമ്മ വരുന്നുണ്ടോ? ഇപ്പൊ സാധാരണ എന്താ നമ്മൾ പ്രോഡക്ട്സ് ഒക്കെ വാങ്ങുമ്പോൾ അതിന്റെ മേലെ ഒരു പച്ച കളർ ടാഗ് ഉണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും ടൂത്ത് പേസ്റ്റ് ഒക്കെ വാങ്ങുമ്പോൾ 100% ഹെർബൽ. മാം FSSAI അങ്ങനെ എന്തോ അല്ലേ? FSSAI ഒരു മാർക്കിംഗ് കൊടുക്കുന്നതാണ് കേട്ടോ, നമ്മുടെ ക്വാളിറ്റി ഓഫ് ദി പ്രോഡക്റ്റിന് കൊടുക്കുന്നതാണ്. എന്തോ യെസ് മാം പറഞ്ഞ ആ ഗ്രീൻ കളർ അത് കണ്ടിട്ടുണ്ട്. അത് ഒഫീഷ്യലി നമ്മൾ ഗവൺമെന്റ് ആയിട്ട് കൊടുക്കുന്ന FSSAI മാർക്കുകളാണ് കേട്ടോ. അത് ഫുഡ് പ്രോഡക്ട്സിനായിട്ട് കൊടുക്കുന്നതാണ്. ഗ്രീൻ വാഷിംഗ് ഫുഡ് പ്രോഡക്ട്സിനായിട്ട് മാത്രം എക്സ്ക്ലൂസീവ്ലി കൊടുക്കുന്ന ഒരു റെഫറൻസ് ടാഗ് അല്ല. ഗ്രീൻ വാഷിംഗ് ഉദ്ദേശിക്കുന്ന ഏത് കമ്പനി ആവാം, എന്ത് ടൈപ്പ് കമ്പനി ആവാം. ഇപ്പം ഷെയിൻ അല്ലെങ്കിൽ H&M പോലെയുള്ള ക്ലോത്തിങ് ബ്രാൻഡ്സ് ഒക്കെ കേട്ടിട്ടുണ്ടോ? അപ്പൊ അവര് പറയുന്നത് എന്താ ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ എൻവയോൺമെന്റിന്റെ ഫേസിൽ അവരുണ്ടാക്കുന്ന പ്രോഡക്ട്സ് ആണ്, റീസൈക്കിൾഡ് ക്ലോത്ത്സ് ആണ് എന്നൊക്കെ ക്ലെയിം ചെയ്യുന്നുണ്ട്. ബട്ട് ദോസ് വെയർ പ്രൂവൺ ആസ് ഫോൾസ്. അപ്പോൾ എൻവയോൺമെന്റ് കൺസർവേഷൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ പറ്റിച്ചിട്ട് ആ ഒരു ടാഗിൽ ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് കാണുമ്പോൾ എക്കോ ഫ്രണ്ട്ലി എന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് മനസ്സൊന്ന് ചാഞ്ച് ആടും അല്ലേ? എക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റ് ആണ്, ദാറ്റ് ഇസ് എ ഗ്രേറ്റ് അഡ്വാൻറ്റേജ് എന്നുള്ള രീതിയിൽ ഇപ്പോ അതിനുള്ള ഗതിയുള്ളവരാണെങ്കിൽ എന്താ അത് വാങ്ങും. എക്കോ ഫ്രണ്ട്ലി ഗ്രീൻ ടാഗുകൾ
അല്ലെങ്കിൽ ആനിമൽ ക്രുവൽറ്റി ഫ്രീ, ഹെർബൽ, നാച്ചുറൽ എന്നൊക്കെയുള്ള വാക്കുകൾ കാണുമ്പോൾ കുറച്ച് ഗ്രീൻ കളർ, കുറച്ച് പച്ച ഇലകളുടെ പടം, ഇതൊക്കെ കാണുമ്പോൾ നാച്ചുറലി നമ്മൾ അങ്ങോട്ട് പോകും. ദാറ്റ് ഇസ് ഗ്രീൻ വാഷിംഗ്. ഇപ്പൊ ബ്രെയിൻ വാഷിംഗ് എന്താ, ഇതുപോലെ തന്നെ പറഞ്ഞു പറ്റിക്കൽ പരിപാടി തന്നെയാണ് അല്ലെ. അതേപോലെ എക്കോളജിക്കലി ബെനിഫിറ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് എന്ന് ആളുകളെ പറഞ്ഞ് പറ്റിച്ചിട്ട് ആ പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കുക, അതാണ് ഗ്രീൻ വാഷിംഗ് കൊണ്ട് ഉപയോഗിക്കുന്നത്. ഈ കൊക്കക്കോളയൊക്കെ അഡ്രസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് 100% അവർ അവരുടെ ക്യാൻസർ റീസൈക്കിൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അല്ല, ദാറ്റ് വാസ് ഓൾസോ പ്രോൺ ആസ് എ ഗ്രീൻ വാഷിംഗ് ടെക്നിക്. അങ്ങനെ 100% അവർ റീസൈക്കിൾ ചെയ്യുന്നില്ല. പക്ഷെ നമ്മളിപ്പോ 100% റീസൈക്കിൾഡ് ആയിട്ട് ഉള്ള ക്യാൻസ് ആണ് ഇവർ ഉപയോഗിക്കുന്നതെന്ന് കാണുമ്പോൾ നാച്ചുറലി ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ യു വിൽ അപ്രിഷിയേറ്റ് ദാറ്റ് പ്രോഡക്റ്റ്. ആ അപ്രിസിയേഷൻ കിട്ടാനും ആ കസ്റ്റമറിനെ കൺവിൻസ് ചെയ്യാനും ബ്രെയിൻ വാഷ് ചെയ്യാനും വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഗ്രീൻ ടാഗുകൾ ഉപയോഗിക്കുന്നതിനാണ് എന്ത് ഗ്രീൻ വാഷിംഗ് എന്ന് പറയുന്നത്. ഈ ക്ലോത്തിങ് ബ്രാൻഡ്സ് ആയാലും ഫുഡ് പ്രോഡക്ട്സ് ആയാലും ഇപ്പൊ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ ഭയങ്കര മാമാരത്തിന്റെ ഒക്കെ പ്രോഡക്ട്സ് ഫുള്ളി ഹെർബൽ, നാച്ചുറൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറ്റ് വാസ് ഓൾസോ പ്രോൺ ആസ് എ ഗ്രീൻ വാഷിംഗ് ടെക്നിക്. അപ്പൊ അതാണ് ഗ്രീൻ വാഷിംഗ്. ഇപ്പൊ നിങ്ങളും കസ്റ്റമർ ആകുമ്പോൾ യു ഹാവ് ടു ക്രോസ് ചെക്ക് ദാറ്റ് അല്ലെ. ആനിമൽ ക്രുവൽറ്റി ഫ്രീ എന്നൊക്കെ കാണിക്കുമ്പോൾ നിങ്ങളും അത് ക്രോസ് ചെക്ക് ചെയ്യുക, ബ്രെയിൻ വാഷ്ഡ് ആവാതിരിക്കുക അല്ലെ, അല്ലെങ്കിൽ ഗ്രീൻ വാഷ്ഡ് ആവാതിരിക്കുക. സോ ഗ്രീൻ വാഷിംഗിന്റെ മീനിങ് മനസ്സിലായല്ലോ? മനസ്സിലായില്ല? 2 മിനിറ്റ് കിടന്ന് അലച്ചിട്ട് മനസ്സിലായില്ല. മനസ്സിലായോ പിള്ളേരെ? ആ, നല്ല പിള്ളേർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് സൈഡ് ഷിഫ്റ്റ് ചെയ്യാം. ക്ലൈമറ്റ് ചേഞ്ചിൽ നിന്ന് കുറച്ച് എക്കണോമിക്സിലേക്കൊക്കെ ഒന്ന് നോക്കാം. ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഇവിടെ സയൻസ് പഠിച്ചവര് കുറവാണല്ലോ. അപ്പോ എക്കണോമിക്സ് പഠിച്ചവരുണ്ടോ ആവോ? സയൻസ് പഠിച്ചിട്ടില്ല പറഞ്ഞു, എക്കണോമിക്സും പഠിച്ചിട്ടില്ലേ? ഓ ഉണ്ട് ഉണ്ട് ഉണ്ട്. അപ്പൊ കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കണമല്ലോ ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. കേട്ടിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് കേട്ടിട്ടില്ല അല്ലേ? ഉണ്ട്. എന്നാ ഇതിലൊന്ന് പറഞ്ഞ എന്താണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്? എന്തായിരിക്കും? അറ്റ്ലീസ്റ്റ് ഇതിന്റെ ഉത്തരമായിട്ട് വന്നാലും മതി. ആണോ? ഗുഡ്, ഗസ് എങ്കിലും ചെയ്യുന്നുണ്ടല്ലോ. അയ്യോ, നിങ്ങൾ ഡെമോഗ്രഫി മാത്രമായിട്ട് നോക്കല്ലേ. നമ്മള് ക്വസ്റ്റ്യനിൽ എന്താ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് ഒന്നിച്ചാണ് അപ്പോസ്ട്രോഫി ഇട്ട് ചോദിച്ചിരിക്കുന്നത്. എടാ ബുദ്ധിമാനേ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഡെമോഗ്രഫി കണ്ടപ്പോ എല്ലാവരും ഫസ്റ്റ് ഓപ്ഷനിൽ പോയതായിരിക്കും. ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്കിൽഡ് വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ആണ്. ഇപ്പം പോപ്പുലേഷൻ ഇൻ ദ സെൻസ് ആയിട്ടുള്ള ഇപ്പോൾ സെൻസസ് ഡാറ്റ അതൊക്കെയാണ് ഈ ഡെമോഗ്രഫിയിൽ വരുന്നത്. ഓക്കെ, പക്ഷെ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഡെമോഗ്രഫിയിൽ നിന്നും പ്രോഫിറ്റബിൾ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പോർഷൻ ഓഫ് പീപ്പിൾ. ഒരു റിട്ടയർമെന്റിന് മുമ്പും അല്ലെങ്കിൽ ചൈൽഡ് എന്നൊരു ലേബലിന് ശേഷവും അതിന്റെ ഇടയിലുള്ള 15 to 58, 59 ആ ഒരു ഏജ് ഗ്യാപ്പിൽ വരുന്ന ആളുകൾ എന്താണ് വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ആണ് അല്ലെ. അപ്പൊ ആ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ, സ്കിൽഡ് വർക്കിംഗ് ഏജ് പോപ്പുലേഷനാണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഡെമോഗ്രഫി എന്നൊക്കെ പറയുകയാണെങ്കിൽ ഓക്കെ, പോപ്പുലേഷൻ ഗ്രോത്ത് അതൊക്കെ പറയാം. പക്ഷെ ഇവിടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ അത് പ്രൈമർലി ഫോക്കസിങ് ഓൺ സ്കിൽഡ് വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ആണ്. ഇതിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ലോകത്തെ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഹയസ്റ്റ് ആയിട്ടുള്ള ഡെമോഗ്രഫിക് ഡിവിഡൻഡ് ഉള്ള കൺട്രി ഇന്ത്യയാണ്. ഇപ്പൊ പോപ്പുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ വെരി പോപ്പുലേറ്റഡ് ആയിട്ട് കൺട്രീസ് ആണ് ഇന്ത്യ, ചൈന ഒക്കെ. പക്ഷെ ചൈനയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്കിൽഡ് വർക്കിംഗ് ഏജിലുള്ള പോപ്പുലേഷൻ അല്ല അവിടെ കൂടുതൽ. അവിടെ ഓൾഡ് ഏജിൽ എത്തിയ ആളുകളാണ് ഇപ്പൊ കൂടുതൽ. സോ അവർക്ക് വർക്കിംഗ് ഏജിലുള്ള പോപ്പുലേഷൻ കുറവാണ്. പക്ഷെ ഇന്ത്യക്ക് അങ്ങനെയല്ല. ഇന്ത്യയുടെ 65% ഓഫ് ദ പോപ്പുലേഷനും ഈ വർക്കിംഗ് ക്ലാസ് ആയിട്ട് നിൽക്കുന്ന 15 to 59 ആയിട്ട് നിൽക്കുന്നത്. ഇപ്പൊ ഏത് കോണിൽ പോയാലും മലയാളി നിന്ന് പണിയെടുക്കുന്നുണ്ടാവും പറയാൻ കാരണം, അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരിൽ നിന്ന് പണിയെടുക്കുന്നുണ്ടാവും പറയാൻ കാരണം
ഇന്ത്യക്കാർക്ക് കൂടുതലും ഇപ്പൊ ആ ഏജിലുള്ള ഇന്ത്യക്കാരാണ് കൂടുതൽ. സോ ഡെമോഗ്രാഫിക് ഡിവിഡൻഡിന്റെ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പോയിന്റ് ഇന്ത്യയിലാണ്. ആൻഡ് ഈവൻ ദോ ഇറ്റ്സ് നോട്ട് റൈറ്റ്ലി യൂസ്ഡ് ഇൻ ഇന്ത്യ, സ്കിൽഡ് ഏജ് വർക്കിംഗ് പോപ്പുലേഷൻ റൈറ്റ്ലി യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അൺഎംപ്ലോയ്മെന്റും ഇതുപോലെ മൈഗ്രേഷനും ഒക്കെ കൂടുതലാണ്. ബട്ട് ഇഫ് വി മേക്ക് അപ്പ് വിത്ത് ദാറ്റ്, നമുക്ക് കുറച്ചും കൂടി ബെനിഫിറ്റിംഗ് ആയിട്ട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരികയാണെങ്കിൽ ഇന്ത്യയിലെ ഹയസ്റ്റ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡിനെ നമുക്ക് ഉപയോഗപ്രദമായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. മനസ്സിലായോ? ഡെമോഗ്രാഫിക് ഡിവിഡൻഡും തമ്മിലൊരു ഡിഫറൻസ്. MA എക്കണോമിക്സ് ആണ്, എന്നിട്ട് നീ LLB എടുക്കാൻ വരികയാണ്. എക്കണോമിക്സ് പഠിച്ച് മതിയായോ? ഡിഫറൻസ് മനസ്സിലായോ? ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് ഉദ്ദേശിച്ചത് ഇതിൽ നമ്മുടെ ഓപ്ഷൻസിൽ അർബനൈസേഷൻ എലോൺ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ടേംസ് എലോൺ, ഓൺലി ആൻഡ് ഇഫ്, അങ്ങനത്തെ ടേംസ് ഒക്കെ ഓപ്ഷൻസിൽ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഹലോ, കേൾക്കുന്നുണ്ടോ? ആ, ഓക്കെ. ആരൊക്കെയോ തംസപ്പ് ഒക്കെ ഇടുന്നുണ്ട്. എന്തിനാ തംസപ്പ് ഇട്ടെ? എന്താ ഇപ്പൊ ഞാൻ ചോദിച്ചത്? ഓക്കെ. അപ്പൊ പെട്ടെന്ന് തീർക്കാം, കഴിയാൻ. അജ്മൽ റോഷൻ, താങ്ക് യു അജ്മൽ റോഷൻ. അപ്പോ നെക്സ്റ്റ് ഫ്രെയിമിൽ MA എക്കണോമിക്സുകാരന് പറയാൻ പറ്റിയ ചോദ്യമാണ്. ഇൻഫ്ലേഷൻ മെയിൻലി റെഡ്യൂസസ് വാട്ട്? MA എക്കണോമിക്സ് തന്നെയാണോ നോക്കട്ടെ. MA എക്കണോമിക്സ് എടുത്ത ആള് വിൽ എക്സ്പ്ലെയിനിങ് ദിസ് ക്വസ്റ്റ്യൻ ടു അതർ സ്റ്റുഡൻസ്. പറ്റോ? സിമ്പിൾ അല്ലേ? ഇൻഫ്ലേഷൻ മെയിൻലി റെഡ്യൂസസ് വാട്ട്? ബി. എന്തുകൊണ്ടാക്കരുത് ബി പറയാൻ കാരണം? വാട്ട് ഇസ് ദ റീസൺ? എന്റെ ഇൻഫ്ലേഷൻ എന്താന്ന് എല്ലാവർക്കും ഒന്ന് സിമ്പിൾ ആയിട്ടൊന്ന് പറയോ? നിങ്ങൾ തമ്മിൽ സപ്പോർട്ട് ചെയ്ത് പഠിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ല. ഇപ്പൊ MA എക്കണോമിക്സുകാരൻ എക്കണോമിക്സ് പറഞ്ഞുതരാം, MA ഹിസ്റ്ററി എടുത്ത ആൾക്ക് ഹിസ്റ്ററി പറഞ്ഞു കൊടുക്കാം. ഞാൻ ആർക്കും പഠിപ്പിച്ചു കൊടുക്കൂല എന്നാണോ? അങ്ങനെ ഇപ്പൊ ആരും ജയിക്കണ്ടെന്നാണോ? ഇൻക്രീസ് ഇൻ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓക്കെ, ബേസിക്കലി പണപ്പെരുപ്പം അത് തന്നെയാണ് കേട്ടോ. യെസ്, റൈറ്റ്. ഇൻഫ്ലേഷൻ കൂടുന്നു എന്ന് ഉദ്ദേശിക്കുന്നത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആൾക്കാരുടെ കയ്യിൽ പൈസ കൂടുന്നു, അല്ലെങ്കിൽ ക്യാഷ് കൂടുതലായിട്ട് വരുന്നു, മണി ഇൻ സപ്ലൈ കൂടുതലായിട്ട് വരുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. അത് കുറയുമ്പോൾ ഡിഫ്ലേഷൻ. ഇങ്ങനെ ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ എന്നൊക്കെ ഉള്ളത് എക്കണോമിക്സിൽ കീ ആയിട്ടുള്ള ടേംസ് ആണ്. എന്തായാലും +2 കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ കേട്ടിട്ടുണ്ടാവാം. സോ അതിൽ വന്നിട്ട് ഈ ഇൻഫ്ലേഷൻ മെയിൻലി റെഡ്യൂസസ് വാട്ട് എന്ന് ചോദിച്ചാൽ പർച്ചേസിങ് പവർ ആണ്. ഇപ്പോൾ എക്കണോമിയിൽ കൂടുതൽ ഇപ്പോൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ ഒക്കെ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്, ഡിമാൻഡിന്റെ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് പ്രൈസുമായിട്ട്. അപ്പൊ ഈ ഇൻഫ്ലേഷൻ കൂടുന്ന അനുസരിച്ച്, ആൻസർ നമ്മൾ കാണിച്ചില്ല, പർച്ചേസിങ് പവർ തന്നെയാണ് കേട്ടോ. ഇൻഫ്ലേഷൻ കൂടുന്ന അനുസരിച്ച് പർച്ചേസിങ് പവറിന് ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ട്. ഇപ്പൊ ഇൻഫ്ലേഷൻ, അതായത് പൈസയുടെ പണപ്പെരുപ്പം കൂടിയാൽ പർച്ചേസിങ് പവർ കുറയാനാണ് സാധ്യത. ഈ നാസി യുദ്ധമൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? കേട്ടിട്ടില്ല? ഈശ്വര, ഹിറ്റ്ലർ ചെറുക്കൻ. ക്ലിയർ കോച്ചിങ്ങിന് വേണ്ടി വന്നിട്ടുള്ള സ്റ്റുഡൻസിനോടാണ് ചോദ്യം കേട്ടോ. ഡിഫറൻഷിയേഷൻ ഇന്റഗ്രേഷൻ പഠിച്ച ഞാനോ? അയാൾ വെച്ചോ, ഒരറിവും ചെറുതല്ല. ഇപ്പൊ നമുക്കൊരു ഒന്നും അറിയുന്നില്ല.
മനസ്സിലാവുന്നില്ലെന്നോ? ആരെങ്കിലും ഉള്ള കാര്യം പറഞ്ഞല്ലോ. എന്ത് എക്കണോമിക്സ് ആണ് മനസ്സിലാവാത്തത്, അതോ ക്ലൈമറ്റ് ചേഞ്ചും മനസ്സിലായില്ല എന്നാണോ? അതും കുറച്ചൊക്കെ മനസ്സിലായി, കാരണം ബോട്ടണിയുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് കുറച്ചൊക്കെ മനസ്സിലായി. യാ, പക്ഷെ ഇത് ഓക്കെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ മനസ്സിലാക്കാൻ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ ഇപ്പൊ നാസിവാറിന്റെ സമയത്ത് ഒരു കോമഡി കഥ ഉണ്ടായിരുന്നു. ദാറ്റ് ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് വെച്ചു. അപ്പോ നമ്മുടെ ഹിറ്റ്ലറിന് എന്ത് തോന്നി, നമുക്ക് പൈസ അങ്ങോട്ട് അടിച്ച് എല്ലാവരുടെ കയ്യിൽ കൊടുക്കാം. എല്ലാവർക്കും അങ്ങനെ പ്രിന്റിങ് അങ്ങോട്ട് കൂട്ടിയിട്ട് എന്താക്കി, പൈസ കറൻസി അങ്ങോട്ട് അടിച്ചങ്ങോട്ട് ഇറക്കി എല്ലായിടത്തോട്ടും. അപ്പൊ എന്തായി, എല്ലാവരുടെയും കയ്യിൽ പൈസ വരുമ്പോ നമുക്ക് കൂടുതൽ സാധനങ്ങൾ വാങ്ങാനുള്ള ഡിമാൻഡ് നമുക്ക് എന്താ കൂടും. നമുക്ക് പർച്ചേസിങ് പവർ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇഷ്ടം പോലെ പൈസയായിന്ന് വെച്ചു. പക്ഷെ നമ്മുടെ സപ്ലയറിന്റെ കയ്യിൽ എല്ലാവർക്കും പൈസ തന്നാൽ എല്ലാരെയും ബോധിപ്പിക്കാനുള്ള പ്രോഡക്റ്റ് ഉണ്ടാവോ? ഇപ്പോ എന്താ, നിങ്ങളിപ്പോ മാക്സിൽ തുണി എടുക്കാൻ പോവാണെങ്കിൽ 100 പേരുടെ കയ്യിൽ 100 രൂപയുണ്ട്, പക്ഷെ 100 ടീഷർട്ട് ഉണ്ടാവോ? ഇല്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ അല്ലെ? നമ്മുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ ഒരേ ലെവൽ ഓഫ് പൈസ അല്ല എന്നുള്ളൊരു തിരിച്ചറിവിലാണ് ഈ ഭൂമിയിലുള്ള എല്ലാ കമ്പനീസും ഓടിപ്പോകുന്നത്. അപ്പോ ഈ എന്താ ഹിറ്റ്ലറിന്റെ ഈ ബുദ്ധി കൂടിയ അനുസരിച്ച് പൈസ ഇങ്ങനെ ആൾക്കാരുടെ കയ്യിൽ കുമിഞ്ഞു കൂടിയപ്പോ ഒരു ലോഫ് ബ്രെഡ് വാങ്ങാൻ തന്നെ ആൾക്കാർ ചാക്ക് കണക്കിനാണ് പൈസ കൊണ്ടുവരാ. കാരണം ഏറ്റവും കൂടുതൽ ഇപ്പൊ കിലോ കണക്കിന് പൈസ കൊടുത്താലേ ഒരു ലോഫ് ബ്രെഡ് കിട്ടുള്ളൂ. എല്ലാവരുടെ കയ്യിൽ പൈസ ഇരിക്കുകയാണല്ലോ. അപ്പൊ ഇൻഫ്ലേഷന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പർച്ചേസിങ് പവർ കുറഞ്ഞു പോകുന്നുള്ളതാണ്. നമുക്ക് എല്ലാവരുടെയും ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് നമ്മുടെ എന്താ വളരുന്ന എക്കണോമീസിൽ പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യമാണ് ദാറ്റ് കുറച്ചും കൂടെ പൈസ പണപ്പെരുപ്പം ഉള്ളതാണ്. ഒരു ബഡ്ജറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ പണപ്പെരുപ്പം ഉള്ളതാണ് നല്ലത്. ഇറ്റ് ഷോസ് ഡെവലപ്മെന്റ് ഓഫ് ദി കൺട്രി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത് മാക്രോ എക്കോണമിക്സ്. മൈക്രോ നമ്മൾ ചെറിയൊരു കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ കൂടിക്കഴിഞ്ഞാൽ ഇറ്റ് മെയിൻലി റെഡ്യൂസസ് ദ പർച്ചേസിങ് പവർ ഓഫ് ദ പീപ്പിൾ. നമുക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള ബുദ്ധിമുട്ട് കൂടും, പ്രൈസസ് കൂടാൻ തുടങ്ങും. അപ്പൊ നമുക്കത് വാങ്ങാനാവില്ല, അപ്രോച്ചബിൾ ആയിട്ട് തോന്നില്ല. ഡീഫ്ലേഷൻ ആവുമ്പോൾ, നല്ല എക്സാമ്പിൾ, ഡീഫ്ലേഷൻ ആവുമ്പോൾ തിരിച്ചാണ്, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അതുകൊണ്ട് എന്താ, ഡിമാൻഡ് ഇല്ലാണ്ടാവുമ്പോഴത്തേനും എന്താ പ്രൈസ് കൂടുകയും പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡും ഉണ്ടാവും. ഇങ്ങനെ ഇൻവേഴ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. സപ്ലൈക്ക് അങ്ങനെയല്ല, സപ്ലൈക്കും പ്രൈസും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. അപ്പോ നമ്മുടെ കയ്യിൽ കുറച്ച് ആൾക്കാരുടെ കയ്യിൽ പൈസയുള്ളൂ, എന്താ പൈസക്കാരൻ വേറെയും പൈസ ഇല്ലാത്തവൻ താഴെയുണ്ട് എന്നുള്ള രീതിയിലാണെങ്കിൽ എന്താ എല്ലാവർക്കും മീറ്റ് ചെയ്യാം. പർച്ചേസിങ് പവർ, നമുക്ക് കറക്റ്റ് പർച്ചേസിങ് പവർ, കയ്യിലുള്ള പൈസ വെച്ചിട്ട് വാങ്ങാനുള്ള ഒരു കെൽപ്പ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അത് മീറ്റ് ചെയ്ത് പോവാം. അല്ലാന്നുണ്ടെങ്കിൽ ജർമ്മനിയിൽ പണ്ട് 1924 ഉണ്ടായ അവസ്ഥയായിപ്പോ, ഇങ്ങനെ ചാക്ക് കണക്കിന് പൈസയൊക്കെ ആയിട്ട് ചെന്ന് നമുക്ക് ഒരു ലോഫ് ബ്രെഡ് വാങ്ങേണ്ട അവസ്ഥയായിപ്പോ. അപ്പൊ അതാണ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷനും ഡീഫ്ലേഷനും ഒക്കെ നമുക്ക് എന്നാലും കുറച്ച് നോട്ട്സ് എഴുതുമ്പോൾ കുറച്ച് എലാബറേറ്റ് ആയിട്ട് നമുക്ക് എഴുതാം. അപ്പൊ നമുക്ക് ടൈം കഴിഞ്ഞ് വരികയാണ്. നമുക്കൊരു 1-2 സ്ലൈഡും കൂടെ നോക്കിയിട്ട് പെട്ടെന്ന് നിർത്താം. അവസാനിക്ക് മതി. അപ്പോ ഇവിടെ ജിഗ് എക്കോണമി എന്നൊക്കെ പറയുന്ന ഒരു സംഭവം, ഇത് മിക്കവാറും നിങ്ങളിൽ പലരും ആകാൻ പോകുന്ന ആൾക്കാരാണ്. ജിഗ് എക്കോണമി വർക്കേഴ്സ് ആർ ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ്. പുതിയ ലേബർ കോഡ്സ് ഒക്കെ വന്നത് അറിഞ്ഞായിരുന്നോ? 3-4 ലേബർ കോഡ്സ് ഒക്കെ ഇറങ്ങിയ കാര്യം അറിഞ്ഞായിരുന്നോ? ഫ്ലീ ആസ്പിരൻസ് കേട്ടില്ല എന്ന് പറയരുത് കേട്ടോ. ഈ അടുത്താണ്, ഇപ്പോഴും പ്രതിഷേധങ്ങളൊക്കെയാണ് പുതിയ ലേബർ കോഡ്സ് എനാക്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ. ഇതൊക്കെ വല്ല അറിഞ്ഞായിരുന്നോ നിങ്ങള്? നിങ്ങൾ അറിഞ്ഞില്ലേ? എന്നാൽ അങ്ങനെ ചില കാര്യങ്ങളും കൂടെ ഉണ്ടായിട്ടോ. പുതിയ ലേബർ കോഡ്സ് വന്നപ്പോ അതിലൊരു വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഈ ഗിഗ് വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഈ സൊമാറ്റോ, സെപ്റ്റോ, സ്വിഗ്ഗി ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ടോ ഇതിനകത്ത്? അതോ പാവപ്പെട്ട ഗ്രാമീണ വശ്യഭംഗിയിൽ ഒതുങ്ങി ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരാണോ ഇതിനകത്തുള്ളത്? സ്വിഗ്ഗി സൊമാറ്റോ ഒന്നും കേട്ടിട്ടില്ല ഇവിടെ? ഓ ഉണ്ടല്ലോ.
അപ്പൊ അതിലൊക്കെ വർക്ക് ചെയ്യുന്നവര് ആണ് ഈ ഗിഗ് എക്കോണമി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് എന്താണ്? കോൺട്രാക്ട് ബേസ്ഡ് ആയിട്ടുള്ള വർക്കേഴ്സ് ആണ് ഇത്. ജിഗ് വർക്കേഴ്സ് ഒക്കെ കേട്ടിട്ടുള്ള ഒരു സാധനമാണോ നിങ്ങള്? കേട്ടിട്ടുണ്ടാവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കറണ്ട് അഫെയർ റെലവെന്റ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ആണ് ഇത് നമ്മൾ കുറേ വേർഡ്സ് ഡിസ്ക്രിപ്ഷൻസ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. അതിൽ നിന്നാ പോരാ, കുറച്ചും കൂടെ നാളെ കറണ്ട് അഫെയർസ് വായിക്കുമ്പോൾ ഇങ്ങനത്തെ ടേംസ് ഒക്കെ കാണുമ്പോൾ ഓർക്കണം. അപ്പൊ അതില് കോൺട്രാക്ട് ബേസ്ഡ് ആയിട്ടാണ് അല്ലെ നമ്മുടെ ഈ സ്വിഗ്ഗി സൊമാറ്റോയിലൊക്കെ ആൾക്കാർ വർക്ക് ചെയ്യുന്നത്? അതോ വലിയ ഓഫർ ലെറ്റർ ഒക്കെ തന്ന് യു ആർ അപ്പോയിന്റഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണോ വർക്ക് തുടങ്ങുന്നത്? ഇതിൽ ആരെങ്കിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണോ? സ്വിഗ്ഗി സൊമാറ്റോ വല്ല ഓടിയിട്ടുള്ളവരാണോ? ബ്ലിങ്കിറ്റ്, ഇൻസ്റ്റമാർട്ട്? ക്ലിയർ ആസ്പിരൻസിനോടാണ് ചോദിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നും കൂടെ പഠിച്ച് ഒന്നും കൂടെ എക്സാം എഴുതാം. രസല്ലേ വെറുതെ രജിസ്റ്റർ ചെയ്ത് പൈസയൊക്കെ കൊടുത്ത്? നിങ്ങൾക്കോ പഠിക്കണ്ട. അപ്പൊ ഇവര് ആക്ച്വലി വർക്ക് ചെയ്യുന്ന എന്റെ എക്സാം എഴുതി തരൂ. ഇല്ലീഗൽ പരിപാടിയിലോ? അപ്പൊ എനിക്ക് ഈസി ആയിരുന്നു. ശരാ ഹറാം ഹറാം. സ്ക്രൈബായിട്ട് പിള്ളേര് വക്കീലാകാൻ വേണ്ടി ജനിച്ച പിള്ളേർ കേട്ടോ. ആർഗ്യുമെന്റ്സ് നോക്ക്. അപ്പോ ആർഗ്യുമെന്റ് മാത്രം പോരാ, ഇങ്ങനത്തെ കുറച്ച് കടമകളും കൂടി ഉണ്ട് കേട്ടോ. GK റെലവെന്റ് ആയിട്ട്. സ്ക്രൈബില്ല അടുത്തത്. അപ്പൊ എന്താ ഇങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് കോൺട്രാക്ട് ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. ഇത് പുതിയതായിട്ട് ഒരു ജെൻസി ടേം പോലെ രൂപപ്പെട്ട വാക്കുകളാണ് കേട്ടോ. നമ്മളിപ്പോ കഴിഞ്ഞ സെഞ്ചുറിയിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു വർക്കിംഗ് സെക്ടറേ ഇല്ല. ഇപ്പൊ ഇൻഫോർമൽ വർക്കേഴ്സ് എന്നും പറയാൻ പറ്റില്ല, എന്താ പെർമനന്റ് വർക്കേഴ്സും അല്ല, ഒബ്വിയസ്ലി നോട്ട് ഗവൺമെന്റ് എംപ്ലോയീസ്, ബട്ട് കോൺട്രാക്ട് ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ, അവരെയാണ് നമ്മൾ ഗിഗ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. ഈ പുതിയ ലേബർ കോഡ്സിൽ വരുമ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസും ഇവർക്ക് പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള ലേബർ കോഡ്, സോഷ്യൽ സെക്യൂരിറ്റി കോഡിൽ ഇവരെ കുറിച്ചുള്ള റെഫറൻസുകൾ വന്നിട്ടുണ്ട്. സോ ഈ ടേം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, അതാവശ്യമുള്ളതാണ് കേട്ടോ. ആൻഡ് വിച്ച് സെക്ടർ അബ്സോർബ്സ് ദ ലാർജസ്റ്റ് വർക്ക് ഫോഴ്സ് ഇൻ ഇന്ത്യ? ഇത് 9th സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ എന്തായാലും അറിയണ്ടാവുമല്ലോ. വിച്ച് സെക്ടർ എന്നാണ് ചോദിച്ചത്. എത്ര സെക്ടേഴ്സ് ഉണ്ട് നമ്മുടെ എക്കോണമിയില്? MA എക്കണോമിക്സ് ആരാ? അബ്സോർബ്സ് ദ ലാർജസ്റ്റ് വർക്ക് ഫോഴ്സ്. ഇതാണോ ലൈക് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആ സെക്ടർ ആണ് അങ്ങനെയൊക്കെ പറയുന്ന സംഭവങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. 3 എണ്ണം ഉള്ളൂ. അപ്പൊ അതില് GDP കോൺട്രിബ്യൂട്ടിങ് ഫസ്റ്റ് ഉണ്ട്, അതുപോലെ വർക്ക് ഫോഴ്സിന്റെ കോൺട്രിബ്യൂട്ടിങ്ങില് ഫസ്റ്റ് ഉണ്ട്. ഓരോ സെക്ടേഴ്സിന് ഓരോ അച്ചീവ്മെന്റ്സ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇതിൽ ലാർജസ്റ്റ് വർക്ക് ഫോഴ്സ് ഉള്ളത്, ഇപ്പോഴും ഇന്ത്യയില് വർക്ക് ഫോഴ്സ് കൂടുതലുള്ളത് എവിടെയാ? ഏറ്റവും കൂടുതൽ ആൾക്കാർ ഞാൻ ഈ പണിയാണ് ചെയ്യുന്നത്, ഈ ജോലിയിലാണ് ഞാനിപ്പോ എന്ന് പറയുന്നത്, നിങ്ങളുടെ ചുറ്റുമുള്ള ബ്രദേഴ്സും കസിൻസിനും ഉദ്ദേശിച്ചല്ലാട്ട് പറഞ്ഞു. ഇന്ത്യയിലെ മൊത്തത്തിലുള്ള പോപ്പുലേഷൻ ഏത് പ്രായക്കാരിൽ വെച്ച് നോക്കിയാലും ലാർജസ്റ്റ് വർക്ക് ഫോഴ്സ് ഇന്ത്യയിലുള്ളത് അഗ്രികൾച്ചർ സെക്ടറിലാണ്. സർവീസ് സെക്ടർ ലാർജസ്റ്റ് ആണ്, ലാർജസ്റ്റ് GDP കോൺട്രിബ്യൂട്ടർ ആണ്. പക്ഷെ നമുക്ക് ആ GDP ഗ്രോത്തിനനുസരിച്ച് 55+ ക്വസ്റ്റ്യൻസ് ലെഫ്റ്റ്. നമ്മൾ ഇവിടെ കൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കേണ്ട അവസ്ഥയാണ്. ബിക്കോസ് അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുട്ടികൾ കേൾക്കുന്നത് കൊണ്ട് what can I do? മുഴുവൻ തീർക്കാനാവില്ലല്ലോ. അപ്പോ വിച്ച് സെക്ടർ അബ്സോർബ്സ് ദ ലാർജസ്റ്റ് വർക്ക് ഫോഴ്സ് ഇൻ ഇന്ത്യ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അഗ്രികൾച്ചർ സെക്ടറിലാണ്. പക്ഷേ അഗ്രികൾച്ചർ സെക്ടർ അത്രയും കൂടെ GDP കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമുക്ക് GDP കോൺട്രിബ്യൂഷനിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് വരുന്നത് എന്താണ്? സർവീസ് സെക്ടറിനാണ്. അവിടെ തന്നെയാണ് ഏറ്റവും ഇന്ററാക്ഷൻസ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ
ഗ്രാമങ്ങളിലേക്ക് ചെന്ന് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഫാമിലീസിലൊക്കെ നോക്കുകയാണെങ്കിൽ, ഒരു കർഷകൻ എന്ന് പറഞ്ഞാൽ ഒരു കർഷക കുടുംബം തന്നെയാണ് അല്ലെ. അപ്പൊ അവരുടെ കുട്ടികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ടാവും, വൈഫ് അവിടെ ജോലി ചെയ്യുന്നുണ്ടാവും. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്നൊക്കെയുള്ള ടേംസ് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള വാക്കുകളായിരിക്കും. ഉണ്ട്, ഇതിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഒന്നും കേട്ടിട്ടില്ല. ഒഫീഷ്യലി യു വോണ്ട് ബി an എംപ്ലോയി ഇൻ ദാറ്റ് സെക്ടർ. പക്ഷെ നിങ്ങൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്, നിങ്ങൾ അവിടുത്തെ കാര്യങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ കൂടി നിൽക്കുന്നത് അഗ്രികൾച്ചർ സെക്ടറിലാണ്. നമുക്ക് സർവീസ് സെക്ടറിന് ഗ്രോത്ത് ഉണ്ടെങ്കിലും നമുക്ക് അതിനനുസരിച്ച് നമുക്ക് എംപ്ലോയ്മെന്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോ അഗ്രികൾച്ചർ സെക്ടറിനെയാണ് നമുക്ക് ലാർജസ്റ്റ് വർക്ക് ഫോഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സെക്ടർ എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോ എന്താണ് ഇന്നത്തെ ക്ലാസ്സിന്റെ അവസ്ഥ? ഹലോ, നന്നായിരുന്നു നന്നായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ബട്ട് ടോപ്പിക്സ് നമ്മുടെ കണക്ടിവിറ്റി റേഞ്ചിലുള്ള ടോപ്പിക്സ് അല്ലായിരുന്നു അല്ലേ. അതെ അതെ. നമുക്ക് കേൾക്കാത്ത കുറച്ച് വാക്കുകളും ഒക്കെ ആയിപ്പോയി അല്ലേ. മാം ഇനി എപ്പോഴാ സയൻസ് എടുക്കണേ? സയൻസ് മാത്രം നോക്കിയാ പോരല്ലോ. ശരിയാണ്. അല്ല, അവിടെ ഒരാൾ എക്കണോമിക്സ് മതി പറഞ്ഞപ്പോഴാണ് ഞാൻ ചുമ്മാ ചോദിച്ചതാ, ലൈക് സയൻസ് എപ്പോഴാണ്. അവിടെ ഒരാള് എക്കണോമിക്സ് മതി എന്ന് പറഞ്ഞപ്പോ ഞാൻ വെറുതെ ചോദിച്ചതാ, ലൈക് സയൻസ് എപ്പോഴാണ്. എല്ലാം വേണം, നമുക്ക് എല്ലാരെയും വേണം. അപ്പോ തൽക്കാലം നമുക്ക് ക്ലാസ് മൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ കുറച്ച് പോർഷനിൽ എത്തിയിട്ടുള്ളൂ. അടുത്ത GK ക്ലാസ് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിരിക്കും, ബിക്കോസ് നമുക്ക് പോർഷൻ കവർ ചെയ്ത് പോകാനുള്ളതാണ്. ആൻഡ് ഇങ്ങനെ നമുക്ക് കഴിഞ്ഞ് നിൽക്കാനുള്ള ടൈമില്ല. ഒന്നാമത് ഇന്ന് ആളുകൾ ജോയിൻ ചെയ്തതും കുറവാണ്, പാർട്ടിസിപ്പേഷനും കുറവാണ്. ഒത്തിരി ബുദ്ധിമുട്ടാവുന്നുണ്ടോ ക്ലാസ്? GK ടു ടഫ് എന്നുള്ള അവസ്ഥയാണോ?